ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ വൈൽ വേറെ അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അല്ലേ. നമുക്ക് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യൂ എന്ന് പറയുന്നത് പ്ലസ് ചാർജ് ആണ്, ക്യൂ മൈനസ് ക്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ചാർജ് നെഗറ്റീവ്ലി ചാർജ് ആണ്. അപ്പോൾ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ലൈക്ക് ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജ് ആണെങ്കിൽ എന്തായിരിക്കും അട്രാക്ട് ഈച്ച് അതർ. ഇപ്പോൾ സെക്കൻഡ് ലോ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമുക്കറിയാം, നമ്മളെ കൂളംസ് ലോ ആണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഇപ്പം കൂളംസ് എന്താ പറയുന്നത്, ദാറ്റ് മീൻസ് ഇത് Q1 ഉം Q2 എന്ന് രണ്ട് ചാർജ് ആണെങ്കിൽ ദ ഫോഴ്സ് എക്സർട്ടഡ് ബിറ്റ്വീൻ ദി ടു ചാർജസ് അല്ലെ, ദ ഫോഴ്സ് എക്സർട്ടഡ് ബിറ്റ്വീൻ ദി ടു ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും വരിക, ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്ട്രെങ്ത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും F is directly proportional to Q1 Q2 അല്ലെ, Q1 Q2 and inversely proportional to the square of the distance between them by R square. ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് R ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഫിഗർ പ്രകാരം തന്നിരിക്കുന്നത് D ആണ് അല്ലെ. So F is proportional to Q1 Q2 divided by D the whole square, where F is equal to നമുക്ക് പറയാൻ പറ്റും K into Q1 Q2 divided by D square വരും. അപ്പോൾ ഈ ഒരു റിലേഷനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദാറ്റ് മീൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മളൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഒബ്സർവേഷൻ ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ഇതിനകത്തുള്ളത് ഡിസ്റ്റൻസ് തന്ന ശേഷം റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലോ പറയുന്നത് the force exerted by 2 point charges is directly proportional to the product of their strength and inversely proportional to the square of the distance between them. ചാർജ് പ്ലസ് Q1 ആണ്, ചാർജ് മൈനസ് Q2 ആണ്. അങ്ങനെയാണെങ്കിൽ F is equal to എന്ന് പറയാൻ പറ്റും, F is proportional to Q1 Q2 divided by D square, അല്ലെങ്കിൽ F is equal to K into Q1 Q2 divided by D square നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പെർമിറ്റിവിറ്റി. എന്താണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്? പെർമിറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ എബിലിറ്റി ഓഫ് material to store the electric potential energy and under the influence of electric field. That means the permittivity is defined as this statement ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളതാണ്, ability to store the electric potential energy under the influence of an electric field. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇത് പറയുന്നത് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർമിറ്റിവിറ്റിയെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, so this permittivity okay permittivity is ability of the materials to store the electric potential energy under the influence of electric field. അതാണ് നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, the simplest case D is equal to electrical displacement field resulting from electric field. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിയും ഇയും ഇലക്ട്രിക് ഫീൽഡ് ഡിസ്പ്ലേസ്മെന്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഇക്വേഷൻ ഉണ്ട്, D is equal to epsilon 0 E എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു പോയിന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. D is equal to epsilon 0 E, where epsilon 0 is a permittivity. ഇവിടെ എന്തായിരിക്കും D എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് E എന്ന് പറയുന്നതായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഈ ഒരു റിലേഷൻ കൊടുത്ത് വയ്ക്കുക, D is equal to epsilon 0 E എന്ന് പറയുന്നത്. അപ്പം എന്താണ് പെർമിറ്റിവിറ്റി എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് വയ്ക്കുക, ഇറ്റ് ഇസ് എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു സ്റ്റോർ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. അതിനാണ് നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതിനാ നമ്മൾ അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് പറഞ്ഞാൽ പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർമിറ്റിവിറ്റി യൂണിറ്റ്, SI യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഫാരഡ് പെർ മീറ്റർ ആണ്. SI യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി ഈസ് ഫാരഡ് പെർ മീറ്റർ. അത് ഓർത്ത് വയ്ക്കുക. അതിന്റെ പെർമിറ്റിവിറ്റി ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. പെർമിറ്റിവിറ്റി ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് SI യൂണിറ്റ് ഈസ് ഫാരഡ് പെർ മീറ്റർ. അപ്പം എന്താണ് പെർമിറ്റിവിറ്റിയാണ് ബന്ധപ്പെട്ട മൂന്ന് കാര്യം കൊടുത്ത് വയ്ക്കുക. എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജിയാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. പെർമിറ്റിവിറ്റിയും D എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡിസ്പ്ലേസ്മെന്റും പിന്നെ എന്തായിരിക്കും V എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡും ആണെങ്കിൽ നമ്മൾ D is equal to epsilon 0 E എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്ത് കാര്യം ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം SI യൂണിറ്റ് പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഫാരഡ് പെർ മീറ്റർ എന്നും ഓർത്ത് വയ്ക്കാം. പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. കാര്യം ഈ ഒരു മേഖലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് സ്കേലാർ ക്വാണ്ടിറ്റി, ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് വെക്ടർ ക്വാണ്ടിറ്റി എന്നുള്ള ഒരു കാര്യത്തിൽ അതിനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. കാര്യം ഇപ്പൊ കഴിഞ്ഞ ഓപ്പറേറ്റർ അല്ല സൂപ്പർവൈസറി എക്സാംസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, which of the following is a scalar quantity അല്ലെങ്കിൽ which of the following is a vector quantity എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് ചോദിച്ചിരുന്നത് which of the following is a vector quantity, flux density, magnetic potential, relative permeability, magnetic field intensity. പുറത്ത് വയ്ക്കുക magnetic field intensity ആണ് ഇതായിരിക്കും വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പം അങ്ങനെ ഏതെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സോ അല്ലെങ്കിൽ മാഗ്നറ്റിക്സോ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും തന്നിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ സ്കേലാരിറ്റി അല്ലെങ്കിൽ വെക്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. അടുത്തത് റിലേറ്റീവ് പെർമിബിലിറ്റി. റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് അബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ 0 അല്ലെ. എപ്സിലോൺ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. എപ്സിലോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇറ്റ് ഈസ് അബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്.
എപ്സിലോൺ ആണെന്ന് പറയുമ്പോഴത്തേക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അതായത് നമ്മുടെ മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി ആണ്. അടുത്തതായിരിക്കും ഒരു എപ്സിലോൺ സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് നമുക്ക് അത്യാവശ്യമുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നത്. ബാക്കിയുള്ളത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും. നമ്മൾ നോക്കിയേ, ഇത് എന്താണ് ഇപ്പൊ ഈ പെർമിയബിലിറ്റി അല്ലെങ്കിൽ സോറി പെർമിറ്റിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. നമുക്കറിയാം ഒരു കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ പറയുമ്പോൾ രണ്ട് പ്ലേറ്റ്സ് ഉണ്ട് അല്ലെ, പ്ലസ് ക്യൂ ഉണ്ട് മൈനസ് ക്യൂ ഉണ്ട്. രണ്ട് പ്ലേറ്റ്സിന് ഒരു ഡൈലക്ട്രിക് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യും, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും അല്ലെ. ഈ ഡൈലക്ട്രിക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. അപ്പം സി നമുക്കറിയാം കപ്പാസിറ്റൻസ് ഈക്വേഷൻ ആണ് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ ഇൻടു എ ബൈ ഡി എന്നാണ് അല്ലെ. That means capacitance is directly proportional to area and inversely proportional to the distance between the plates ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ എപ്സിലോൺ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വെക്കുന്ന അവിടെയുള്ള മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. എപ്സിലോൺ സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പെർമിറ്റിവിറ്റി ഓഫ് ഇൻ വാക്വം ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക പെർമിറ്റിവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക 8.854 ഇൻറ്റു അല്ലെങ്കിൽ 8.85 ഇൻറ്റു 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ. അതാണ് നമ്മുടെ പെർമിറ്റിവിറ്റിയുടെ let permittivity in vacuum is equal to 8.854 into 10⁻⁻12 farad per meter എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈലക്ട്രിക് സ്ട്രെങ്തിനെ പറ്റിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാക്വം ഡൈലക്ട്രിക്സ് എന്നാണെങ്കിൽ 1 ആണ്, എയറിന്റെ 1.006 ആണ്. പിന്നെ നമ്മൾ മൈക്ക ഓർത്ത് വയ്ക്കുക. മൈക്ക ഡൈലക്ട്രിക്സ് ഏതായിരിക്കും 5 to 8 ആണ്. അത് ഓപ്ഷൻസിനകത്ത് 8 ആണ് കറക്റ്റ് ആയിട്ട് മിക്ക ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ടേബിളിൽ നമ്മൾ ഓർത്ത് വെക്കാനുള്ളത്. കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് വാക്വത്തിന്റെ ചോദിച്ചിട്ടുണ്ട്, എയറിന്റെ ചോദിച്ചിട്ടുണ്ട്, മൈക്ക ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയേ, നമ്മൾ മുന്നേ പറഞ്ഞത് എന്തായിരിക്കും വരിക, നമ്മൾ പഠിച്ചു എപ്സിലോൺ അല്ലെ, എപ്സിലോൺ ആർ ഈസ് എപ്സിലോൺ സീറോ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ അല്ലെ. എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ. എപ്സിലോൺ സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇറ്റ് ഈസ് എ പെർമിറ്റിവിറ്റി ഇൻ വാക്വം. എപ്സിലോൺ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എപ്സിലോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ എപ്സിലോൺ ഈസ് ദ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണല്ലേ. അപ്പൊ നമുക്ക് ഈ റിലേഷൻ ഓർത്ത് വയ്ക്കുക. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഇക്വേഷൻ ആണ് എപ്സിലോൺ ആർ ഈസ് ഈക്വൽ, എന്നാൽ തന്നെ നമുക്ക് കിട്ടും എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ. എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ m divided by epsilon 0. Epsilon m divided by epsilon 0. Where epsilon m എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി ആണ്. എപ്സിലോൺ 0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, നമുക്ക് വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും വരിക, ദാറ്റ് മീൻസ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്തായിരിക്കും, ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് k is equal to നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും വരിക, പെർമിറ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഡിവൈഡ് ബൈ permittivity of the free space. അപ്പോൾ നമുക്കറിയാം permittivity of the free space ഇക്വേഷൻ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 8.85 into 10⁻⁻12 ആണ്. permittivity of the material നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. therefore dielectric constant is equal to epsilon of that is permittivity of the material to the permittivity of the free space. so ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. കാര്യം ഇതിനകത്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായിരിക്കും ഡൈലക്ട്രിക് കോൺസ്റ്റന്റും പെർമിറ്റിവിറ്റി നമ്മളുടെ കമ്പാരിസൺ ചാർട്ട് നോക്കിയാൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഇസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ ഡൈലക്ട്രിക് ഇൻ യൂസ് ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ദ വാക്വം അല്ലെ. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചു എന്തായിരിക്കും വരിക, k is equal to എപ്സിലോൺ ആർ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ. എപ്സിലോൺ ആർ അല്ലെങ്കിൽ എപ്സിലോൺ എം ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ. എപ്സിലോൺ എം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മെറ്റീരിയലിന്റെ എന്തായിരിക്കും പെർമിറ്റിവിറ്റി ആണ്. എപ്സിലോൺ സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പെർമിറ്റിവിറ്റി ഓഫ് ദ വാക്വം ആണ്. അപ്പം ഇതാണ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. k is the dielectric constant. അപ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എപ്സിലോൺ എം ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ. എന്താണ് പെർമിറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ എടുത്ത് വയ്ക്കുക, ഇസ് എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു സ്റ്റോർ ആൻ ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്. ഇസ് ആൻ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്റ്റോർ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ പോളറൈസേഷൻ ഓഫ് ദ മീഡിയം. അതിനാണ് നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് എടുത്ത് വയ്ക്കുക. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, 2 എപ്സിലോൺ ആണ്. 2 എപ്സിലോൺ ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഹാവിംഗ് നോ യൂണിറ്റ് അല്ലെ. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ദർ ഇസ് നോ യൂണിറ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഫാരഡ് പെർ മീറ്റർ ആണ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ എന്തായിരിക്കും വരിക, നമ്മൾ പെർമിറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. പിന്നെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. k is equal to ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് k is equal to എന്തായിരിക്കും വരിക, എപ്സിലോൺ എം ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ നമ്മൾ പഠിച്ചു.
അടുത്തതായിരിക്കും വരിക ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ത്രൂ എ ഗിവൺ ഏരിയ, അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. എന്തായിരിക്കും വരിക, ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ ഗിവൺ ഏരിയ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ആണ്. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ. വേറെ ഇ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ആണ്. എ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, എ ഇസ് ദ ഏരിയ ആണ് അല്ലെ, എ ഇസ് ദ ഏരിയ. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ. ദാറ്റ് മീൻസ് ദ ഫ്ലക്സ് ഫ്ലോയിങ് ത്രൂ എ ഗിവൺ ഏരിയ, അതിനാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഫ്ലക്സ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ ഗിവൺ ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് ഇൻഡിക്കേഷൻ പൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുന്ന ഒരു കാര്യം, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നതായിരിക്കും ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കാം. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ. ഇനി ഇലക്ട്രിക്കൽ ഫ്ലക്സ് സ്ട്രെങ്ത്, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ ഫീൽഡ് സ്ട്രെങ്ത്. ഇലക്ട്രിക്കൽ ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് സ്ട്രെങ്തിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ആൾസോ കാൾഡ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ആൾസോ കാൾഡ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, സപ്ലൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ഇതിന്റെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ യൂണിറ്റ് ഓർത്ത് വയ്ക്കുക. വി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, വി ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു വോൾട്ട് പെർ മീറ്റർ ആണ് അല്ലെ. വോൾട്ട് ആണ്. ഡി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, മീറ്റർ ആയിരിക്കും വരിക. ഇറ്റ് ഈസ് വോൾട്ട് പെർ മീറ്റർ ആണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇറ്റ് ഈസ് എ ഏത് ക്വാണ്ടിറ്റി ആണ്, ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക്, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, നമുക്കറിയാം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷേ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ഈസ് ആൾവേസ് എന്തായിരിക്കും വരിക, വെക്ടർ ആയിരിക്കും. സോ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് തന്നെയാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore electric field strength is a scalar vector quantity and potential is a scalar quantity. Potential gradient എന്ന് പറയുന്നതായിരിക്കും വരിക വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാര്യം the gradient of a scalar is always a vector ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നതായിരിക്കും വരിക, ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നതായിരിക്കും വരിക, ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ എന്താ പറയുക, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ വെക്ടർ ക്വാണ്ടിറ്റി ഓർത്ത് വെക്കുക. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലക്സ് പെർ ഏരിയ, അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ചാർജ് പെർ ഏരിയ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാൻ പറ്റും. ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നുണ്ട്. അതിന് നമ്മൾ റെപ്രസെന്റ് സിഗ്മ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ആൾസോ കാൾഡ് ചാർജ് ഡെൻസിറ്റി. അത് നമ്മൾ സിഗ്മ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. therefore ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, ചാർജ് പെർ ഏരിയ ആണ്. ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക, ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്. ഏരിയയുടെ എന്തായിരിക്കും വരിക, കൂളംബ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പം ആ ഒരു പോയിന്റ് നമ്മൾ കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക. സിഗ്മ അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ ആണ്, വേർ ക്യൂ ഈസ് ദ ചാർജ് ആൻഡ് എ ഈസ് ദ ഏരിയ. സി therefore യൂണിറ്റ് എന്തായിരിക്കും വരിക, കൂളംബ് പെർ മീറ്റർ സ്ക്വയർ ആണ്. So electric flux density unit is coulomb per meter square ആണ്. Electric flux density it is nothing but a എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും, it is nothing but a scalar quantity ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു അല്ലെ, ഇത് നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ എന്തായിരിക്കും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഗിവൺ ഏരിയ നമ്മൾ ഇലക്ട്രിക്കൽ ഫ്ലക്സ് എന്ന് പറയുന്നുണ്ട്. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻടു ഏരിയ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായിരിക്കും, അതൊരു ഡോട്ട് പ്രോഡക്റ്റ് ആണ് അല്ലെ, ഡോട്ട് പ്രോഡക്റ്റ് ആണ്. എന്തായിരിക്കും വരിക, ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അഥവാ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എന്തായിരിക്കും വരിക, ഈസ് ഈക്വൽ ടു വോൾട്ട് പെർ ഈസ് ഈക്വൽ ടു വി ബൈ ഡി ആണ്, വേർ വി ഈസ് ദ സപ്ലൈ വോൾട്ടേജ് ആൻഡ് ഡി ഈസ് ദ ഡിസ്റ്റൻസ് ആണ് അല്ലെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്താ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നതായിരിക്കും വരിക, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ബിക്കോസ് അതേ കണക്ക് തന്നെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിന് തന്നെ നമുക്ക് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയും. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, അതും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാര്യം ഈവൻ ദോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന സ്കെയിലർ ആണെങ്കിൽ ദ ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലർ ഈസ് ആൾവേസ് എ വെക്ടർ ആണ്. അത് ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കുക.
ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? the charge passing through a defined area. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാൻ പറ്റും. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ചാർജ് പെർ ഏരിയ Q/A ആണ്, പെർ യൂണിറ്റ് കൂളം പെർ മീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ അതിന് തന്നെ ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. E is equal to sigma, sorry, അതിനെ റെപ്രസെന്റ് സിഗ്മ വെച്ചാണ്. സിഗ്മ is equal to Q/A, where Q is the കൂളം and A is the area, that is കൂളം പെർ മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതും ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും വരിക, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സ്കേലാർ ക്വാണ്ടിറ്റി എന്നൊരു പോയിന്റ് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർത്ത് വെക്കുക. അടുത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഓർത്ത് വെക്കാം. നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചു. എന്തായിരിക്കും വരിക? ഫോഴ്സ് F is equal to K into Q1 Q2. നമ്മൾ ഫസ്റ്റ് കൂളംസ് ഫസ്റ്റ് ആളുകൾ പറഞ്ഞില്ലേ, F is equal to എന്തായിരിക്കും വരിക? ഫോഴ്സ് F is equal to K into Q1 Q2 divided by R square ആണ്, where R is the distance between the plates. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കും വരിക? F is equal to എന്തായിരിക്കും വരിക? ഞാനിവിടെ K into Q divided by R, ഒരിക്കലും തെറ്റിപ്പോകരുത് ഇക്വേഷൻ. ഡിവൈഡ് ബൈ ഫോഴ്സ് is inversely proportional to the square of the distance ആയിരിക്കും. പക്ഷേ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? പൊട്ടൻഷ്യൽ is inversely proportional to the എന്തായിരിക്കും? ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഇസ് B is inversely proportional to 1 by R and force is inversely proportional to 1 by R square ആണ്. ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പം എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? At any point around a point charge, electrical potential V is given by V is equal to, ഇതൊരു ചാർജ് ആണ്. ഈ ചാർജ് ഇരിക്കുന്ന ഒരു R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ ഈ ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? V is equal to K into Q/R നമുക്ക് പറയാൻ പറ്റും. ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയാൻ നോക്കിയേ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട്. അപ്പൊ അതായിരിക്കും ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം V is equal to എന്തായിരിക്കും? K into Q/R ആണ്. എന്തായിരിക്കും ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി? ഇതൊരു ചാർജ് Q ആണ്. ഈ Q എന്ന് പറയുന്ന ചാർജിൽ നിന്ന് ഒരു ഇൻഫിനിറ്റി ഉള്ള ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ആറിന്റെ വില എന്തായിരിക്കും? R is equal to infinity ആണ്. Therefore V is equal to 1 by infinity, that becomes 0. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി എന്തായിരിക്കും? ഇറ്റ് ഈസ് A0 ആയിരിക്കും. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് പറഞ്ഞാൽ പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. നമുക്കറിയാം പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. അപ്പൊ അതിനകത്ത് ഇതിന്റെ ചാർജ് ഓർത്ത് വയ്ക്കുക. ദാറ്റ് മീൻസ് നോക്കി, മാസ് ഓഫ് ദ പ്രോട്ടോൺ എന്ന് പറയുമ്പോഴത്തേക്ക് 1.673 into 10⁻⁻⁷ ആണ്. ന്യൂട്രോൺ എന്ന് പറയുമ്പോഴത്തേക്ക് 1.675 into 10⁻⁷ ആണ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 9.1 into 10⁻31 ആണ്. അപ്പൊ ഈ ഒരു മാസ് നമ്മൾ ഓർത്ത് വയ്ക്കുക. മാസ് ഓഫ് പ്രോട്ടോൺ, മാസ് ഓഫ് ന്യൂട്രോൺ ആൻഡ് മാസ് ഓഫ് ഇലക്ട്രോൺ. പിന്നെ എന്തായിരിക്കും വരിക? ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ ചാർജ് 1 + 1.6 into 10⁻⁻⁹. ഇലക്ട്രോൺസ് പറയുമ്പോഴത്തേക്ക് -1.6 into 10⁻⁻⁹. പിന്നെ ഇത് ചോദിച്ചുള്ള ചോദ്യമാണ്, ന്യൂട്രോൺ ഈസ് സ്ലൈറ്റ്ലി ഹെവിയർ ദാൻ പ്രോട്ടോൺ. ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. തന്നിരിക്കുന്ന കാര്യം രണ്ടിന്റെ മാസ് 1.6 വെച്ചിട്ടാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രോൺ ഈസ് സ്ലൈറ്റ്ലി ഹെവിയർ ദാൻ പ്രോട്ടോൺ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇൻഫർമേഷൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നതാണ്. കാര്യം ചിലപ്പം ഫോളോയിങ് പാർട്ടിക്കിൾ ഹെവിയർ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് ചെയ്യുന്നത്. ഇനി the electric field, the force on a positively charged object is the same direction as the electric field. So ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, the force on a positively charged object is the same direction at the electric field at that point, while the force on a negative test charge is in the opposite direction of the electric field. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, സപ്പോസ് നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക.
ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ചാർജ് പോസിറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് വെക്കുകയാണെങ്കിൽ that means the force പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്ട് ഈസ് ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അത് എന്തായിരിക്കും വരിക? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലായിരിക്കും ആ ഫോഴ്സ് എന്ത് ചെയ്യുന്നത്? എക്സേർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എങ്ങനെ ആയിരിക്കും വരിക? therefore the force is always in the same direction of the electric field. അടുത്ത നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഒരു മൈനസ് ചാർജ് ആണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നത്, മൈനസ് ക്യൂ ആണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നത്, എന്തായിരിക്കും സംഭവിക്കുക? So if I am placing this minus q charge here, നമുക്കത് പറയാൻ പറ്റും the force exerted on the the force exerted on the negative test charge is in the opposite direction that of the electric field. അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തായിരിക്കും ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to Q into E എന്നുള്ള ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. F is equal to Q into E. F is equal to QE. ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് നോക്കിയേ F is equal to QE. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? നമുക്ക് F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, Q എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? Q എന്ന് പറയുന്നത് ചാർജ് ആണ്, E എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫോഴ്സ് ഡിവൈഡ് ബൈ Q എന്നായിരിക്കും കൂടെ. ഫോഴ്സ് ഡിവൈഡ് ബൈ Q അല്ലെ? ഫോഴ്സ് ഡിവൈഡ് ബൈ Q. ഫോഴ്സിന്റെ യൂണിറ്റ് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ന്യൂട്ടൺ ആണ്. ചാർജ് എന്തായിരിക്കും വരിക? കൂളം. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്തായിരിക്കും വരിക? സോ ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ കൂളം എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ന്യൂട്ടൺ പെർ കൂളം. ഇലക്ട്രിക് ഫീൽഡിന് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. E is equal to dV by dx എന്ന ഇക്വേഷൻ ഉണ്ട്. E is equal to dV by dx ആണ് അല്ലെ? dV എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ട് പെർ വോൾട്ട്. എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? മീറ്റർ. ദാറ്റ് ഈസ് വോൾട്ട് പെർ മീറ്റർ ഈസ് ആൾസോ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ സംബന്ധിച്ച് രണ്ട് കാര്യം ഓർത്ത് വയ്ക്കുക. F is equal to QE എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ കൂളം കിട്ടും. അല്ലെങ്കിൽ എന്തായിരിക്കും വരിക? വോൾട്ട് പെർ മീറ്റർ നമുക്ക് കിട്ടും. സോ ഈ ഒരു രണ്ടും ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ്. E is equal to dV by dx. നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും E is equal to dV by dx ആണ്. where V is the voltage and X is the distance ആണ്. therefore ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ അഥവാ നമുക്ക് ന്യൂട്ടൺ പെർ കൂളം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്തായിരിക്കും സർഫസ് ചാർജ് നമ്മൾ പറഞ്ഞത് അല്ലെ? സർഫസ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? നമ്മളുടെ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് നമ്മൾ സർഫസ് ചാർജ് നമ്മൾ പറയുന്നത് അല്ലെ? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി തന്നെയാണ്. എന്തായിരിക്കും വരിക? നമ്മൾ മുന്നേ പഠിച്ചു സിഗ്മ ഈസ് ഈക്വൽ ടു Q by A. ചാർജ് പെർ ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. യൂണിറ്റ് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് കൂളംബ് പെർ മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓർത്ത് വയ്ക്കുക ഫ്ലക്സ് എന്തായിരിക്കും? ഇലക്ട്രിക്കൽ ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? അത് ഏത് യൂണിറ്റ് ആയിരിക്കും? ഇറ്റ് ഈസ് എ സ്കെയിലാർ യൂണിറ്റ് ക്വാണ്ടിറ്റി ആണ് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അത് നമ്മൾ ഓർത്ത് വയ്ക്കാം. പിന്നെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് പറയുമ്പോഴത്തേക്ക് എന്താ? E is equal to dV by dx ആണ്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെന്റ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു E is equal to എന്തായിരിക്കും? dV divided by dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? യൂണിറ്റ് എന്താ വരുന്നത്? വോൾട്ട്. dV എന്ന് പറയുമ്പോഴത്തേക്ക് വോൾട്ട് ആണ്. X എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? വോൾട്ട് പെർ മീറ്റർ അല്ലെങ്കിൽ വോൾട്ട് പെർ സെന്റിമീറ്റർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷേ എന്തായിരിക്കും? ഗ്രേഡിയന്റ് ഓഫ് സ്കെയിലാർ ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്നും നമ്മൾ ഓർത്ത് വെക്കുക. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അവിടെ നമ്മൾ നോക്കി ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? The dipole moment is a measure of the separation of positive and negative charges within the system. അല്ലെ? The dipole moment, electric dipole moment is a measure of the separation of positive and negative electric charges within the system. That is a measure of the system's overall polarity. ചോദിച്ചിട്ടുള്ളതാണ്. സിസ്റ്റത്തിന്റെ ഓവറോൾ പൊളാരിറ്റിയെ മെഷർ ചെയ്യുന്ന കമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്. ഇറ്റ് മെഷേഴ്സ് ദ ഓവറോൾ പൊളാരിറ്റി ഓഫ് ദ ഓവറോൾ പൊളാരിറ്റി ഓഫ് ദ സിസ്റ്റം അല്ലെ? ഡൈപോൾ മൊമെന്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും?
ഇത് ഇവിടെ എ ആണ്, അല്ലെങ്കിൽ നമുക്ക് ലെങ്ത് 2L എന്ന് കൊടുക്കാം. 2L into Q നമുക്ക് പറയാൻ പറ്റും. Therefore 2L എന്ന് പറയുമ്പോഴത്തേക്കും അത് മീറ്ററിലാണ്, Q എന്ന് പറയുമ്പോഴത്തേക്കും കൂളംബ് ആണ്. Therefore the SI unit of electric dipole moment is coulomb meter എന്ന് ഓർത്ത് വയ്ക്കുക. വളരെ പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കാനുള്ള കാര്യം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതിന്റെ യൂണിറ്റ് കൂളംബ് മീറ്റർ ആണ്. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് കൂളംബ് മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഫോഴ്സ് ഓഫ് ആൻ ഇലക്ട്രോൺ, ദ ഫോഴ്സ് ഓഫ് ആൻ ഇലക്ട്രോൺ ഓഫ് ചാർജ് Q, of an electron of charge Q placed at a point, in an electric field intensity E is, in an electric field intensity E. ഇതൊരു മോഡലാണ്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും നമ്മൾ ചെയ്യാം, അതിന്റെ ഡയറക്ഷൻ ആണ് ഈസ് ഡാഷ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. ഞാൻ ഓപ്ഷൻസിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കറിയാം ദ ഫോഴ്സ് ഓഫ് ആൻ ഇലക്ട്രോൺ ഓഫ് ചാർജ് Q, നമ്മൾ പറഞ്ഞു പ്ലേസ് അറ്റ് എ പോയിന്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉള്ള ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ചാർജ് വെക്കുകയാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ചാർജ് എന്തുണ്ട് നമുക്കറിയാം. നമുക്ക് ചാർജ് +Q വെക്കുമ്പോഴത്തേക്കുള്ള എഫക്ട് വേറെയാണ്, -Q വെക്കുമ്പോഴത്തേക്കുള്ള എഫക്ട് വേറെയാണ്. +Q വെക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക, +Q വെക്കുമ്പോഴത്തേക്ക് അത് സെയിം ഡയറക്ഷൻ ആയിരിക്കും വരിക അല്ലെ. ദാറ്റ് മീൻസ് ഇഫ് യു ആർ പ്ലേസിംഗ് എ ചാർജ് +Q in the electric field, suppose the electric field direction ഈ ഡയറക്ഷനിലാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും വരിക, +Q ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ദ ഫോഴ്സ് എങ്ങനെ ആയിരിക്കും വരിക, ദ ഫോഴ്സ് ഈസ് ആൾസോ ദ സെയിം ഡയറക്ഷൻ വരും അല്ലെ. നമ്മൾ മുന്നേ പറഞ്ഞത് ദ ഫോഴ്സ് ഈസ് ആൾസോ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരു നെഗറ്റീവ് ചാർജ് ആണ് ഞാൻ വെക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും വരിക, ഫോഴ്സ് എന്തായിരിക്കും വരിക, ദ ഫോഴ്സ് ഈസ് ആൾസോ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ എന്തായിരിക്കും വരിക, ഫോഴ്സ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് അല്ലെ. ഇലക്ട്രോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ എന്തായിരിക്കും വരിക, ഈ -Q എന്ന് പറയുന്ന ചാർജ് വയ്ക്കുമ്പോഴത്തേക്കുള്ള എഫക്ട് ആയിരിക്കും വരിക. അപ്പൊ എന്തായിരിക്കും വരിക, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, ദ നെഗറ്റീവ് ചാർജ് the force will be against the direction of electric field നമുക്ക് പറയാൻ പറ്റും അല്ലേ. the force will be ഇതായിരിക്കും against the direction of electric field, will be against the direction of electric field. So അതും നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും വരിക, എപ്സിലോൺ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് നമുക്ക് ഒരു വെക്ടർ രൂപത്തിൽ തരും. നോക്കിയേ, 3i + 4j - 2k. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെയാണ് കണ്ടുപിടിക്കുക, റിസൾട്ട് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറയും. മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാൻ മതി, √3² + 4² + 4². എത്രയായിരിക്കും വരിക, 4² അല്ല -2 വരും അല്ലെ, -2² that is equal to 9 + 16 + 4 വരും. that is equal to √29 വരും. അപ്പൊ ഇങ്ങനെ ചോദിക്കാം. നമുക്കൊരു ഐജെക്ക് ഓർത്തോഗണൽ ഫോമിലായിരിക്കും നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ റെപ്രസെന്റേഷൻ തരുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് മതി, റിസൾട്ട് കണ്ടുപിടിച്ചാൽ മതി. √(a² + b² + c²) ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു മോഡൽ എന്ന് പറയുന്നത് മോഡൽ 1. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, സപ്പോസ് രണ്ട് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് 2 ചാർജസ് +Q, ഇത് ചാർജ് +Q ആണ്. അടുത്തൊരു ചാർജ് ഞാൻ 4Q എന്ന് എടുക്കുകയാണ്. സപ്പോസ് 2 ചാർജസ് +Q ആൻഡ് 4Q are separated by a distance of, just I am taking 0.12 അല്ലെങ്കിൽ 0.12 meter എന്ന് എടുക്കാം. 0.12 meter. Okay, 2 charges Q and 4Q are separated by a distance of 0.12 meter.
അപ്പൊ നമുക്ക് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ the resultant electric field is zero at a point is the resultant electric field. How to find the resultant electric field? The resultant electric field is zero at a point. Is zero at a point is. എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ചാർജ് ഉണ്ട്, Q ഉണ്ട്, 4Q ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആവുന്ന പോയിന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ദാറ്റ് മീൻസ് ടു ചാർജസ് Q ആൻഡ് 4Q എന്തോ മാഗ്നിറ്റ്യൂഡ് ആവട്ടെ, സെപ്പറേറ്റഡ് ബൈ എ സം ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പോയിന്റ്, വേർ ഈസ് ദാറ്റ് പോയിന്റ് വേർ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പോയിന്റ് നമ്മളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. സപ്പോസ് ഐ ആം അസ്യൂമിങ് ദിസ് ആസ് ദ പോയിന്റ് P. I am assuming this as the point P where the electric field E is equal to 0 എന്ന് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ അസ്യൂം ചെയ്യുകയാണ് അല്ലെ. വേർ അറ്റ് ദിസ് പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്തായിരിക്കും വരിക, E is equal to ഏതായിരിക്കും വരിക, K into Q divided by R square ആണ് അല്ലെ. K into Q divided by R square ആണ്. അപ്പം ഇത് 0.12 ആണ്. ഇപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് Pയും ഈ Q എന്ന് പറഞ്ഞ ചാർജും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ X എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ അല്ലെ, X എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് Pയും നമ്മളുടെ ഈ 4Q നമ്മളുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും വരിക, 0.12. ടോട്ടൽ ഡിസ്റ്റൻസ് 0.12 ആണ്. അപ്പൊ എന്തായിരിക്കും വരിക, 0.12 മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടും അല്ലെ. 0.12 മൈനസ് എക്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് നോക്കിയേ ഇവിടെ രണ്ടും ഈ ഒരു പോയിന്റിൽ എന്തായിരിക്കും വരിക, ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് you have to find the force due to this point അല്ലെ, ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ദ ചാർജ് Q എന്ന് പറയുന്ന ചാർജ് പ്ലസ് നമ്മൾ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സും 4Q എന്ന് പറയുന്ന ചാർജ് ഈ P എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതായിരിക്കും. കാര്യം ആ ഇതായിരിക്കും, അത് നമ്മൾ ഇരിക്കാൻ മതി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ P എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ഈക്വൽ ടു, ബാക്കി കോൺസ്റ്റൻസ് എല്ലാം പോകും. therefore Q ഡിവൈഡഡ് ബൈ അല്ലെ, Q ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോയിന്റ് Pയും Q നമ്മുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും വരിക, എക്സ് ആണ്, ബൈ എക്സ് സ്ക്വയർ അല്ലെ, is equal to പിന്നെ എന്തായിരിക്കും വരിക, 4Q divided by 0.12 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ അത് ചാർജിന്റെ ഒക്കെ വാല്യൂസ് ഉണ്ടാവും. അപ്പൊ ഡയറക്റ്റ് കൊടുത്തിട്ട് നമ്മൾ എക്സിന്റെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പം അതായിരിക്കും നമ്മൾ ആൻസർ. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കുക, ഇത് ഇലക്ട്രിക് ഫീൽഡ് ഈ 0, ഇറ്റ് ഈസ് നിയറർ ടു ദ സ്മോളർ ചാർജ്. അതായിരിക്കും നമ്മൾ ഒറ്റ ഓട്ടത്തിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 അറ്റ് എ പോയിന്റ് നിയറർ ടു ദ സ്മോളർ ചാർജ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഈ സ്മോളർ ചാർജിന്റെ അടുത്ത് നമ്മൾ ഈ പോയിന്റ് P കണ്ടുപിടിച്ചു. അപ്പൊ എക്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 അറ്റ് എ പോയിന്റ് ഈസ് എക്സ് ഫ്രം ദ സ്മോളസ്റ്റ് ചാർജ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓർത്ത് വെക്കാം. സോ അപ്പൊ നമുക്ക് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക, റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 അറ്റ് എ പോയിന്റ് ഈസ് എന്ന് പറയാനും ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, Q 4Q രണ്ട് ചാർജ് കൺസിഡർ ചെയ്യാം. രണ്ട് ചാർജ് കൺസിഡർ ചെയ്തിട്ട് ഒരു പോയിന്റ് P നമ്മൾ അസ്യൂം ചെയ്യുക. അറ്റ് ദാറ്റ് പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് 0. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആയിരിക്കും E ഈക്വൽ ടു KQ ഡിവൈഡ് ബൈ R സ്ക്വയർ ആണ്. അപ്പം K എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, P എന്ന് പറയുന്ന പോയിന്റിൽ എക്സെർട്ട് ചെയ്ത ഫോഴ്സ് കണ്ടുപിടിക്കുക. അങ്ങനെ ആയിരിക്കും പറയുക, ഈസ് ഈക്വൽ ടു K into Q ഡിവൈഡ് ബൈ R സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതായിരിക്കും, Q ഡിവൈഡ് ബൈ R എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് ആണ് അല്ലെ, Q ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. പിന്നെ എന്തായിരിക്കും വരിക, 4Q മൂലം P എന്ന് പറയുന്ന പോയിന്റ് എക്സെർട്ട് ചെയ്ത ഫോഴ്സ് കണ്ടുപിടിക്കുക. അതായിരിക്കും വരിക, ദാറ്റ് ഈസ് 4Q ഡിവൈഡ് ബൈ 0.12 മൈനസ് എക്സ് സ്ക്വയർ വരും അല്ലെ. സോ ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, നമ്മൾ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നാല് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. 4 ചാർജസ് പ്ലസ് Q, the Q, 4 equal charges അല്ലെ, 4 equal charges are placed at the corners of a square അല്ലെ. അങ്ങനെയാണെങ്കിൽ the electric field intensity at the center, electric field intensity, find the electric field intensity at the center due to at the center
അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയേ, ഇത് 4 പോസിറ്റീവ് ചാർജസ് ആണ്. പ്ലസ് ക്യൂ പ്ലസ് ക്യൂ പ്ലസ് ക്യൂ 4 പോസിറ്റീവ് ചാർജസ് നമ്മളിവിടെ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സെന്റർ എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ സ്ക്വയർ വെച്ചിട്ടുണ്ട്. ഈ സ്ക്വയറിന് എന്ത് ചെയ്യുക, ഈ സ്ക്വയറിന്റെ സെന്റർ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ആയിരിക്കും വരിക ചെയ്യുമ്പോഴത്തേക്ക് സെന്റർ ഈസ് 0.0 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കി ഇതെല്ലാം പ്ലസ് ക്യൂ ആണ് അല്ലെ, ഇത് പ്ലസ് ക്യൂ ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ചു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഫോഴ്സ് ഒരു പ്ലസ് ചാർജ് എന്ന് പറയുന്നത്, പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും അല്ലെ. അതെന്തായിരിക്കും, അത് ഫോഴ്സ് ആണ്. ഞാൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും വരിക, പോസിറ്റീവ് ചാർജ് ആകുമ്പോഴത്തേക്ക് പ്ലസ് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക, പ്ലസ് ക്യൂ ആകുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ. അത് ഓർത്ത് വയ്ക്കുക. മൈനസ് ക്യൂ ആകുമ്പോഴത്തേക്ക് എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ദ ചാർജ്. ഫോഴ്സുമായിട്ട് കൺഫ്യൂസ് ചെയ്ത് പോകരുത്. പ്ലസ് ക്യൂ ആകുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം ദ ചാർജും, മൈനസ് ക്യൂ ആകുമ്പോഴത്തേക്ക് എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ദ ചാർജ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കിയാൽ ഈ പ്ലസ് ക്യൂ എക്സേർട്ട് ചെയ്യുന്ന, നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും വരിക, ഇറ്റ് ഈസ് എവേ ഫ്രം ദ ചാർജ് അല്ലെ. അപ്പൊ പ്ലസ് ക്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എവേ ഫ്രം ദ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡയറക്ഷൻ കാണിക്കാൻ പറ്റും. ഈ പ്ലസ് ക്യൂ എങ്ങനെ ആയിരിക്കും വരിക, ഈ പ്ലസ് ക്യൂ എന്തായിരിക്കും, ഇറ്റ് ഈസ് ആൾസോ എവേ ഫ്രം ദ ചാർജ്, ഇറ്റ് ഈസ് ഇ. ഈ പ്ലസ് ക്യൂ എന്തായിരിക്കും വരിക, ഇറ്റ് ഈസ് ആൾസോ എവേ ഫ്രം ദ ചാർജ് ഇ. ഈ പ്ലസ് ക്യൂ എന്തായിരിക്കും, ഇറ്റ് ഈസ് ആൾസോ എവേ ഫ്രം ദ ചാർജ് ഇ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇത് എവേ ഇതെല്ലാം എന്ത് ചെയ്യും, ഇത് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. therefore at the point ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് ഓർത്ത് വെക്കുക, പ്ലസ് ക്യൂ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ആയിരിക്കും. ദാറ്റ് മീൻസ് ചാർജിന്, if the charge is positive, the electric field is, the direction of the electric field is away from the charge. And if the charge is negative, the direction of the electric field is towards the charge. അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു 4 ചാർജസ് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. എങ്ങനെ ആയിരിക്കും വരിക, ഫോർ എക്സാമ്പിൾ ഒരു 4 ചാർജസ് -2q, it is -q, it is 2q, or it is -q. It is -q. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അടുത്ത സെന്റർ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അടുത്ത സെന്റർ ഈസ് ഇലക്ട്രിക് ഫീൽഡ് intensity at the center of the square, density at the center of square is dash എന്നാണ് ചോദ്യം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും ചെയ്യുക, നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യൻസ് അത് പറഞ്ഞിട്ടുണ്ടാവും. 4 ചാർജസ് ഉണ്ടാവും, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ടാവും. അത് 4 എവിടെ ആയിരിക്കും, അത് നമ്മൾ 4 സ്ക്വയറിന്റെ 4 കോർണറിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെന്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ ഇത് ചെയ്യുക, ഇതിന്റെ 4 പ്ലേസിൽ നമ്മൾ വെച്ചു. പക്ഷേ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ സെന്ററിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോകണം. അങ്ങനെ ആയിരിക്കും 2 ഡയഗണൽ വരച്ചപ്പോഴത്തെ നമുക്ക് സ്ക്വയർ കിട്ടി. നമുക്ക് നോക്കി ഈ ഒരു പോയിന്റിലുള്ള ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് വേണം എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. ഈ ചാർജ് ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് വേണം എനിക്ക് കണ്ടുപിടിക്കുന്നത്. ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു 2q എന്ന് പറയുന്നത് +2q, ഇത് -2q ആണ്, +2q. അപ്പൊ നമുക്കറിയാം -2q എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ദ ചാർജ് അല്ലെ. ഇറ്റ് ഈസ് -2q എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, 2e അല്ലെ. ക്യൂവിൻ്റെത് ഇ ആണെങ്കിൽ -2q എന്ന് പറയുമ്പോഴത്തേക്ക് 2 ടൈംസ് ഇ ആവും. 2q എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ചാർജ് പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് എന്തായിരിക്കും വരിക, ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ആയിരിക്കും വരിക അല്ലെ. ഇറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ, ദാറ്റ് ഈസ് 2e. -q ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക, -q ആകുമ്പോഴത്തേക്ക് ദിസ് മൈനസ് ആൻഡ് ദിസ് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ്.
മൈനസ് ക്യൂ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ടുവേർഡ്സ് വരുന്നുണ്ട് അല്ലേ? ഇറ്റ് ഈസ് ടുവേർഡ്സ് ആൻഡ് പ്ലസ് ക്യൂ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എവേ. ഇറ്റ് ഈസ് എവേ വരുന്നത് അല്ലേ? വൺ സെക്കൻഡ് അതെ, ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഫിഗർ ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ചാർജസിന്റെ വാല്യൂ വന്നിരിക്കുന്നത് മൈനസ് ക്യൂ minus q 2q minus q minus 2q. Suppose this is a point 0. We have to find the electric field intensity at the center of the square. What about you? Negative charge angle, it is towards the charge. The electric field intensity is towards the charge. That is 2e. Plus 2q ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? Plus 2q is also, it is away from the charge. That is also 2e. Minus q എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? It is towards the charge. Plus e. Minus q എന്ന് പറയുമ്പോഴത്തേക്ക് it is also towards the charge plus e. എന്തായിരിക്കും? ഇത് രണ്ട് ഈക്വൽ ഓപ്പോസിറ്റ് ക്യാൻസൽ ചെയ്ത് പോകും. എന്തായിരിക്കും? ഇത് രണ്ടും സെയിം ഡയറക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? That is 4 times e. അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുക, പ്ലസ് ക്യൂ ആണെങ്കിൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ആയിരിക്കും, പ്ലസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ആയിരിക്കും, മൈനസ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും വരിക. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇപ്പൊ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ദ ഇലക്ട്രിക് ഫീൽഡ് എടുത്ത സെൻട്രോയിഡ് ഈസ് 0. അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇത് ട്രയാങ്കിൾ ദ ഇലക്ട്രിക് ഫീൽഡ് എടുത്ത സെൻട്രോയിഡ് എന്തായിരിക്കും വരിക? സെൻട്രോയിഡ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും ട്രയാങ്കിൾ ആണെങ്കിൽ. പിന്നെ ഇഫ് ദ ചാർജസ് ആർ സിമെട്രിക്കലി, ഇങ്ങനെ പറയാം, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇൻ എ ട്രയാങ്കിൾ, ഇലക്ട്രിക് ഫീൽഡ് ഫോർ എക്സാമ്പിൾ if the triangle in a triangle ഉണ്ടെങ്കിൽ 3 charges q are placed at the vertices of a triangle, then the electric field at the centroid is എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? The electric field at the centroid is 0. Electric field at the centroid is 0 if the charges are arranged in the vertices of a triangle. അത് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ if the charges are distributed symmetrically in a circle, if the charges are distributed symmetrically in a circle, അങ്ങനെയാണെങ്കിൽ symmetrically in a circle, then the electric field at the center is എന്തായിരിക്കും വരിക? ആ സമയത്ത് എന്തായിരിക്കും? center is also 0. ഇത്രയും പോയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡിനാണ്. അപ്പൊ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് നോക്കിയേ. ഫോർ എക്സാമ്പിൾ മൈനസ് ക്യൂ ഒരു 4 ചാർജസ് വെക്കുകയാണ്. മൈനസ് ക്യൂ 2q വെക്കുന്നുണ്ട്, മൈനസ് 2q വെക്കുന്നുണ്ട്, പിന്നെ എന്തായിരിക്കും വരിക? മൈനസ് q വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, if v is the magnitude of potential, if v is the magnitude of potential, if v is the magnitude of potential at the center due to charge q, then the resultant electrical potential at the center is electrical potential at the center is dash. ഇപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ മുന്നേ പഠിച്ച ചാർജ് ആണ്. ചാർജ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചാർജ് തന്നിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതായിരിക്കും വരിക? പോസിറ്റീവ് ആണെങ്കിൽ എവേ ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ പറയുന്നത്. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? പൊട്ടൻഷ്യൽ ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലർ ക്വാണ്ടിറ്റി ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നിരിക്കുന്നത് പ്ലസ് ചാർജിന്റെ വാല്യൂ q ആണെങ്കിൽ പൊട്ടൻഷ്യൽ v എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇഫ് ചാർജ് ഈസ് q, then the potential is v എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? നമുക്ക് റിസൾട്ടന്റ് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇത് സ്കെയിലർ ക്വാണ്ടിറ്റി അല്ലേ? അപ്പം ക്യൂവിന്
ക്യൂവിന്റെ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ എന്തായിരിക്കും വരിക? മൈനസ് ക്യൂവിന് എന്തായിരിക്കും വരിക? മൈനസ് വി ആയിരിക്കും. 2Q എന്തായിരിക്കും വരിക? പ്ലസ് 2V ആയിരിക്കും. മൈനസ് ക്യൂവിന് എന്തായിരിക്കും വരിക? മൈനസ് ക്യൂവിന് എന്തായിരിക്കും വരിക? മൈനസ് വി ആയിരിക്കും. പിന്നെ എന്തായിരിക്കും വരിക? മൈനസ് 2V എന്തായിരിക്കും വരിക? സോറി, മൈനസ് 2Q എന്തായിരിക്കും വരിക? മൈനസ് 2V ആയിരിക്കും. അപ്പം ഇതിന്റെ ചാർജ് എന്തായിരിക്കും വരിക? ഇത് മൈനസ് വി എന്തായിരിക്കും വരിക? ഇത് 2V ഇതെന്തായിരിക്കും വരിക? ഇത് മൈനസ് വി എന്തായിരിക്കും വരിക? ഇത് മൈനസ് 2V. അപ്പൊ എന്തായിരിക്കും? പ്ലസ് 2V മൈനസ് 2V ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ അതായിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2V ആയിരിക്കും നമുക്ക് പൊട്ടൻഷ്യൽ വരുന്നത്. അപ്പൊ ചാർജ്, അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഡയറക്ഷൻ നോക്കണം. നമുക്ക് പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത്. എന്ത് ചെയ്താൽ മതി? ആ ചാർജസ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇത് സൈൻ ഉൾപ്പെടെ ചേർത്തിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. അടുത്ത തന്നെ സെയിം അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ എക്സാമ്പിൾ, ഒരു 4 ചാർജസ് ഞാൻ വെക്കുകയാണ്, സ്ക്വയറിൽ വെക്കുകയാണ്. 4 ചാർജസ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ മൈനസ് ക്യൂ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അടുത്ത സെന്റർ കണ്ടുപിടിക്കാൻ പറയാം. എങ്ങനെ ആയിരിക്കും വരിക? ചാർജ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ എന്തായിരിക്കും വരിക? ക്യൂ മീൻസ് വി ആണ്. therefore ഇതായിരിക്കും വി. ഇതിന്റെ പൊട്ടൻഷ്യൽ ഇതായിരിക്കും വരിക. ഇതിന്റെ പൊട്ടൻഷ്യൽ വി ആയിരിക്കും. ഇതിന്റെ പൊട്ടൻഷ്യൽ വി ആയിരിക്കും. ഇതിന്റെ പൊട്ടൻഷ്യൽ മൈനസ് വി ആയിരിക്കും. ഇത് മൈനസ് ക്യൂ ആണ്. അപ്പൊ എന്തായിരിക്കും വരിക? ഇതിന്റെ പൊട്ടൻഷ്യൽ മൈനസ് വി ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും വരിക? വി പ്ലസ് വി മൈനസ് വി മൈനസ് വി. അപ്പൊ എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ആ ഒരു പോയിന്റും ഓർത്ത് വയ്ക്കുക. അടുത്തൊരു മോഡൽ കൂടെ നോക്കി എങ്ങനെ വരും എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ 4 ചാർജസ് എന്ന് വിചാരിക്കുക. പ്ലസ് ക്യൂ ക്യൂ മൈനസ് ക്യൂ മൈനസ് ക്യൂ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ. നമുക്ക് 4 ചാർജസ് ഉണ്ട്. പ്ലസ് ക്യൂ മൈനസ് ക്യൂ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ 4 ചാർജസ് ആർ പ്ലേസ്ഡ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ സെന്റർ കണ്ടുപിടിക്കുക. എന്തായിരിക്കും? നമ്മൾ ഡയഗണൽ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് സെന്റർ കിട്ടും. സെന്റർ O is a പോയിന്റ് അല്ലെ? നമ്മൾ മുന്നേ പഠിച്ചു. പിന്നെ എന്തായിരിക്കും നമ്മൾ പഠിച്ചത്? മൈനസ് ക്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും അല്ലെ? പ്ലസ് ക്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് away from the charge ആണ് അല്ലെ? ഇറ്റ് ഈസ് away from the charge. ചാർജിൽ നിന്ന് away ആയിരിക്കും. ക്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ക്യൂ എന്ന് പറയുമ്പോൾ the electric field intensity is away from the charge. Here also the electric field intensity minus Q എന്ന് പറയുമ്പോഴത്തേക്ക് it is towards the charge. അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ 4 ചാർജും സെയിം ഡയറക്ഷനിൽ വരും. അപ്പോൾ എന്തായിരിക്കും വരിക? therefore that is this charge is 2e. ഈ കൂടെ ആഡ് ചെയ്ത് 2 ഇത് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? Here also we will get another charge 2e നമുക്ക് കിട്ടും അല്ലെ? ഇവന്മാർ തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും വരിക? This angle is 90 degree. ആ കേസിൽ നമുക്ക് ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. therefore E1 is equal to ഇത് പാരലോഗ്രാം റൂൾ അപ്ലൈ ചെയ്യുക. E1 is equal to square root of E1 square plus E2 square plus 2 E1 E2 into cos of angle between E1 and angle between 2e and 2e എത്ര? 90 degree. അപ്പൊ എന്തായിരിക്കും? ഇത് ക്യാൻസൽ ചെയ്ത് പോകും. therefore E1 is equal to എന്ത് കിട്ടും? therefore E1 is equal to square root of E1 ന്റെ വാല്യൂ, സോറി E1 അല്ല, റിസൾട്ടന്റ് ER is equal to E1 ന്റെ വാല്യൂ എത്ര? 2e the whole square plus 2e the whole square. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 times e into √2 നമുക്ക് കിട്ടും. സോ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയുമ്പോഴത്തേക്ക് അത് ഓർത്ത് വയ്ക്കുക. എങ്ങനെ ഡയറക്ഷൻ എടുക്കുന്ന കാര്യം ഓർത്ത് വയ്ക്കുക. ചാർജ് എടുക്കുന്ന പൊട്ടൻഷ്യൽ എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇതുണ്ടോ എല്ലാവരും?
ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അഞ്ജലി, അരുൺ, ലക്ഷ്മി, സൂരജ്, സത്യമാ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the electric field in which a charged oil drop, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, the electric field in which a charged oil drop of mass 5 mg and charge plus 10 microcoulomb to be held stationary is dash. The electric field in which a charged oil drop of mass 5 mg. അപ്പം charged oil drop ആണ്, അതിന്റെ mass 5 mg എന്ന് പറയുന്നത് അല്ലേ. അപ്പം suppose I am taking it as a positive, അതിന്റെ charged oil drop mass എത്ര ആയിരിക്കും? mass 5 mg ആണ്. m that is equal to mass 5 mg and charge plus 10 microcoulomb അല്ലേ. charge m is equal to 5 mg and charge q is equal to 10 microcoulomb to be held stationary. അപ്പോൾ സ്റ്റേഷനറി ആവാനുള്ള കണ്ടീഷൻ എന്തായിരിക്കും? ഇത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കണമെങ്കിൽ എന്തായിരിക്കും? ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലേ. ഇത് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും വരിക? m into g എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതും നമ്മൾ എന്ത് ചെയ്യണം? that is this force f is equal to mg ആണ്. this mg force should be equal to എന്തായിരിക്കണം? qe. അപ്പം qe എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും? ഫോഴ്സ് അല്ലേ. therefore if ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആവുന്ന സമയത്തായിരിക്കും നമ്മൾ സ്റ്റേഷനറി എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ആവാൻ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക? സ്റ്റേഷനറി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് വയ്ക്കുക, കണ്ടീഷൻ എന്തായിരിക്കും വരിക? QE is equal to mg ആണ്. QE is equal to mg ആണ്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ലേ. E is equal to m into g divided by q ആയിരിക്കും അല്ലെ. m എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 5 മില്ലിഗ്രാം അല്ലെ. 5 മില്ലിഗ്രാമിന് എന്ത് ചെയ്യാം? മില്ലി നമ്മൾ കൺവേർട്ട് ചെയ്യുക 10⁻³ ഗ്രാമിന് കിലോഗ്രാമിന് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ? വീണ്ടും 10⁻³ ഇൻറ്റു g എന്ന് പറയുമ്പോഴത്തേക്ക് 9.8 നമ്മൾ 10 എടുക്കുകയാണ്. q എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? 10 മൈക്രോകൂളം വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 into 10⁻⁻6. അപ്പൊ എന്ത് ചെയ്യും? ഈ 10 ഉം ഈ 10 ക്യാൻസൽ ചെയ്തു പോകും. 10⁻�6 10⁻⁻6 ക്യാൻസൽ ചെയ്തു. therefore 5 ന്യൂട്ടൺ പെർ കൂളം ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പം ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. സ്റ്റേഷനറി എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? QE is equal to mg നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. സെയിം മോഡൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് മോഡൽ നോക്കി കഴിഞ്ഞാൽ, the magnitude of the uniform electric field E, the magnitude of the uniform electric field E in which an alpha particle of mass m in which an alpha particle of mass m is remains suspended is. അപ്പൊ നമുക്ക് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് the magnitude of the uniform electric field in which an alpha particle of mass m remains suspended. അപ്പൊ എന്തായിരിക്കും വരിക? സ്റ്റേഷനറി തന്നെയാണ്. ദാറ്റ് ഈസ് therefore കണ്ടീഷൻ എന്തായിരിക്കും വരിക? മുന്നേ പറഞ്ഞ കണക്ക് QE is equal to mg ആണ് അല്ലെ. QE is equal to mg ആണ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു ആൽഫ പാർട്ടിക്കിൾ, ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കുക. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആൽഫ പാർട്ടിക്കിൾ ഇസ് കമ്പോസ്ഡ് ഓഫ് ആരൊക്കെയാ ഉള്ളത്? ആൽഫ പാർട്ടിക്കിളിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉള്ള അല്ലെ. 2 പ്രോട്ടോൺസ് ആണ് 2 ന്യൂട്രോൺസ് ആണ്. 2 പ്രോട്ടോൺസ് ആണ് 2 ന്യൂട്രോൺസ് അല്ലെ. therefore നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? therefore Q എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? therefore പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജ് സെയിം അല്ലേ. അപ്പൊ എന്തായിരിക്കും വരിക? 2 നമുക്ക് 2e എന്ന് എടുക്കാൻ പറ്റും അല്ലെ. 2e into capital E is equal to mg. therefore
കാര്യം ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പൊ നമ്മൾ പ്രോട്ടോണിന്റെ ചാർജ് മാത്രം എടുത്താൽ മതി. ഞാൻ 2e എന്ന് കൊടുത്തു. therefore E is equal to mg divided by 2e. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. An equipotential line in the field of a point charge Another question, okay, an equipotential line in the field of a point charge plus q is the field of a an equipotential line in the field of a point charge plus q is നമുക്കറിയാം ഇക്വിപൊട്ടൻഷ്യൽ അല്ലേ. എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയും V is equal to K into Q divided by R. അതല്ലേ പൊട്ടൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞത്, K into Q divided by R ആണ്. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇത് ഇക്വിപൊട്ടൻഷ്യൽ അടുത്ത ലൈൻ ഇൻ ദ ഫീൽഡ് ഓഫ് എ പോയിന്റ് ചാർജ്. അപ്പം ഇതൊരു പോയിന്റ് ചാർജ് പ്ലസ് Q ആണെന്ന് വിചാരിക്കാം. ഇക്വിപൊട്ടൻഷ്യൽ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? therefore വോൾട്ടേജ് V എന്ന് പറയുന്നത് that means potential is equal. therefore that V is equal to a point എന്തായിരിക്കും വരിക? K ആയിരിക്കും അല്ലെ. V is equal to K ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇക്വിപൊട്ടൻഷ്യൽ ആവണമെങ്കിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്, ചാർജ് കോൺസ്റ്റന്റ്. അപ്പൊ ആർ എന്തായിരിക്കണം? റേഡിയസ് ഇസ് ആൾസോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ആൾസോ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ചാർജസ് നമുക്ക് എങ്ങനെ വയ്ക്കാൻ പറ്റും? therefore an equipotential line in the field of a point charge is എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എ സർക്കിൾ ആയിരിക്കും അല്ലെ. ഇറ്റ് ഈസ് എ സർക്കിൾ. കാര്യം എന്തായിരിക്കും വരിക? നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കണം. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവണമെങ്കിൽ നമുക്കറിയാം വോൾട്ടേജ് ഇക്വേഷൻ K into Q divided by R ആണ്. അപ്പൊ ഏതൊരു പോയിന്റ് ഏതൊരു ഡിസ്റ്റൻസ് എടുത്താലും ശരി ഇതായിരിക്കും ആറും കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇക്വിപൊട്ടൻഷ്യൽ പറയാൻ പറ്റൂ. അപ്പൊ എന്തായിരിക്കും വരിക? അതിന്റെ ലൈൻ ഓഫ് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് എ സർക്കിൾ ആയിരിക്കും. ചിലപ്പോൾ ഇത് 2 ഡയമെൻഷണൽ ആണെങ്കിൽ സർക്കിൾ ആണ്. ഇഫ് ഇറ്റ് ഇസ് എ 2 ഡയമെൻഷണൽ എടുത്ത് പറയുകയാണെങ്കിൽ സർക്കിൾ, 3 ഡയമെൻഷണൽ എടുത്ത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? ഇറ്റ്സ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇസ് എ സ്പെരിക്കൽ അല്ലെങ്കിൽ സ്ഫിയർ എന്നും കൂടി നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് സപ്പോസ് നമുക്ക് തന്നിട്ടുണ്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് V is equal to for example ഒരു 2x square minus 3x plus 1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ ഒറിജിൻ കണ്ടുപിടിക്കാൻ പറയും. ബട്ട് ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ ഒറിജിൻ. എങ്ങനെ പിടിക്കുക? E is equal നമുക്കറിയാം പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇക്വേഷൻ അല്ലേ, E is equal to minus dV by dx അല്ലേ. E is equal to minus dV by dx, that is minus into dV by dx പറയുമ്പോഴത്തേക്ക് എന്താ? 2x square that is equal to 4x minus 3 എന്ന് വരും അല്ലെ. പൊട്ടൻഷ്യൽ അടുത്ത ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? therefore പൊട്ടൻഷ്യൽ അടുത്ത ഒറിജിൻ മീൻസ് എന്തായിരിക്കും? put x is equal to 0 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈയുടെ വില നമുക്ക്. സോ ഇങ്ങനെയും പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ടോർക്കിന്റെ ഇക്വേഷൻ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആയിരിക്കും P ക്രോസ് E ആണ്, അല്ലെങ്കിൽ എന്തായിരിക്കും വരിക? PE sin θ എന്നാണ്. ടോർക്ക് P is equal to PE sin θ, where P is the dipole moment and E is the electric field. T ടോർക്ക് ആണ്, T is the ടോർക്ക്, P എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഡൈപോൾ മൊമെന്റ് and E is the electric field. അപ്പോൾ ടോർക്ക് ടോ is equal to PE ആണ്, P ക്രോസ് E PE sin θ ആണ്. അപ്പം പക്ഷേ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും വരിക? പൊട്ടൻഷ്യൽ ടോർക്ക് PE sin θ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ടോർക്ക് ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് P ഡോട്ട് T ആയിരിക്കും. that is equal to minus PE cos θ എന്ന് വരും. അത് തെറ്റിപ്പോകരുത്. ടോർക്ക് എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അത് ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കും. that is equal to PE cos θ ആയിരിക്കും വരിക. ടോർക്ക് ഈസ് ഈക്വൽ ടു P ക്രോസ് E PE sin θ ആയിരിക്കും. ടോർക്ക് ഈസ് എ ക്രോസ് പ്രോഡക്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ ഓർത്ത് വയ്ക്കാം.
അടുത്തൊരു ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. A charge plus q is placed at the center. A charge plus q is placed at the center. At the center of a cube. At the center of a cube. Flux through each face of the cube is. Flux through each face of the cube is dash. Number ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു ക്യൂബ് പറയുമ്പോഴത്തേക്ക് എത്ര ഫേസസ് ഉണ്ടാവും അതിനകത്ത്? സപ്പോസ് ദിസ് ഇസ് എ ക്യൂബ് ആണെങ്കിൽ അതിനകത്ത് 6 ഫേസസ് ആയിരിക്കും ഉണ്ടാവും അല്ലെ? 6 ഫേസ് ഉണ്ടാവും. അപ്പം therefore the flux എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഫ്ലക്സ് phi is equal to എന്തായിരിക്കും? q by 1/6 into അല്ലെ? 6 എന്ന് പറയുമ്പോഴത്തേക്ക് 6 ഫേസ് ഉണ്ട് by q by epsilon 0. Flux phi is equal to 1/6 into q by epsilon 0 ആണ്. ഈ phi is equal to q by epsilon 0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? അത് ഏത് തിയറം ആണ്? phi is equal to q by epsilon 0. It is called Gauss theorem. It is called Gauss theorem. Phi is equal to q by epsilon 0. പിന്നെ ഇതിനകത്ത് നമുക്ക് അടുത്തൊരു മോഡലായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാല് two spherical conductors of radii. Two spherical conductors of radii 3 centimeter, radius 3 centimeter and 5 centimeter are charged to 30 volt and 50 volt. Are charged to 30 volt and 50 volt. The ratio of their surface density is dash. The ratio of their surface density. നമുക്കറിയാം surface density equation sigma is equal to എന്തായിരിക്കും? q by a ആണ് അല്ലെ? q by a ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് two spherical charges of radius 3 cm and 5 cm are charged to a എന്തായിരിക്കും? Charged to 30 volt and 50 volt. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? V is equal to k into q divided by r ആണ് അല്ലെ? k into q divided by r ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സിഗ്മ is equal to അപ്പം ഏരിയ ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്താ? തന്നിരിക്കുന്ന സ്പെരിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ സിഗ്മ is equal to q divided by a എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 4 pi r² ആണ്. a എന്ന് പറയുമ്പോൾ 4 pi r² ആണ് അല്ലെ? Therefore q is equal to നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? Therefore q is equal to sigma into 4 pi r² അല്ലെ? Therefore v is equal to കിട്ടും k into q ന് പകരം എന്ത് കൊടുക്കുക? സിഗ്മ 4 pi r² അല്ലെ? divided by r. K into sigma 4 pi r² divided by r. K into sigma 4 pi r² by r. Therefore v is equal to k constant ആണ്, 4 constant, pi constant, r cancel ചെയ്തു പോലെ. K is equal to v is equal to k into sigma r എന്ന് കിട്ടും അല്ലെ? സിഗ്മ r അല്ലെങ്കിൽ v is equal to സിഗ്മ into r എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്തായിരിക്കും? Therefore sigma is equal to നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കണം അല്ലെ? സിഗ്മ is equal to r by v അല്ലെ? സിഗ്മ is equal to r by v. അപ്പൊ നമുക്ക് അത് കിട്ടുന്നില്ല. Therefore നമുക്ക് ഇതായിരിക്കും റിയലൈസ് ചെയ്തൂടെ? sigma is equal to v by r അല്ലെ? Therefore v is equal to sigma into r. Therefore sigma is equal to v by r. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. Therefore sigma 2 divided by sigma 1 is equal to v2 by v1 into r1 by r. Therefore sigma 2 by sigma 1 is equal to v2 എത്ര? v2 എന്ന് പറയുന്നത് 50 ആണ് അല്ലെ?
sigma 2 by sigma 1 is equal to V2 50 divided by V1 30 into R1. R1 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര 3 divided by 5. Therefore, കിട്ടും 150 divided by 150. Therefore, sigma 2 by sigma 1 is equal to 1:1 എന്ന് കിട്ടും. അല്ലെങ്കിൽ sigma 2 is to sigma 1 is equal to 1:1. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക സിഗ്മയുടെ ഇക്വേഷൻ സിഗ്മ is equal to Q by A ആണ് അല്ലെ. സിഗ്മ is equal to Q by A ആണ്. V is equal to K into Q by R. നമുക്ക് വേണ്ടുള്ളത് റേഡിയസ് തന്നിട്ടുണ്ട്, നമുക്ക് ചാർജ് തന്നിട്ടുണ്ട്, നമുക്ക് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ ഇത് ചെയ്യുക, നമ്മൾ റിയലൈസ് ചെയ്തിട്ട് അപ്പോൾ സിഗ്മ 2 is to sigma 1 is equal to 1:1 എന്ന് നമുക്ക് കിട്ടും. അതും ഓർത്ത് വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. The velocity acquired by an electron when it is accelerated to a potential difference of 100 volt is dash. The velocity acquired by an electron when it is accelerated to a potential difference of 100 volt. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും വോൾട്ടേജും വെലോസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്തായിരിക്കും V is equal to ആ റിലേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. വെലോസിറ്റി acquired by electron when it is accelerated to a potential difference of 100 volt. അപ്പം കൈനറ്റിക് എനർജിയും വോൾട്ടേജും തമ്മിലുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും V into EV is equal to kinetic energy. V into EV is equal to kinetic energy. V എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും EV എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. Therefore V is equal to kinetic energy divided by EV. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. kinetic energy divided by EV. ഇവിടെ പറയുമ്പോഴത്തേക്ക് kinetic energy നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഹാഫ് mv² ആണ് അല്ലേ. ഹാഫ് mv² ഉണ്ട്. പിന്നെ എന്തായിരിക്കും വരിക? Therefore ഈ ഇക്വേഷൻ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി ആയിട്ട് എഴുതാൻ പറ്റും. Therefore V into EV is equal to kinetic energy എന്തായിരിക്കും വരിക? ഹാഫ് into mv². നമുക്ക് വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അല്ലേ. Therefore v² is equal to 2 into V into EV divided by m. That is equal to 2 into V എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും തന്നിരിക്കുന്നത്? 2 into 100 അല്ലേ. വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര തന്നിട്ടുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 100 തന്നിട്ടുണ്ട്. 100 into EV എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? ഇലക്ട്രോൺ ചാർജ് ആണ് അല്ലെ, ഇലക്ട്രോണിന്റെ വോൾട്ടേജ് ആണ്. എത്ര വരിക? സോറി, ഇലക്ട്രോൺ ചാർജ് ആണ് 1.6 into 10⁻⁻90 ഡിവൈഡ് ബൈ മാസ് എത്ര ആയിരിക്കും? മാസ് ഓഫ് ഇലക്ട്രോൺ എത്ര? 9.1 into 10⁻⁻31. അപ്പൊ നമുക്ക് ഇത് V² ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും V കിട്ടും. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ റിക്വയർഡ് ടു സ്റ്റോപ്പ് എ മൂവിംഗ് ഇലക്ട്രോൺ. ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണോ? ദ ഇലക്ട്രിക്കൽ electric potential required to stop a moving electron with a kinetic energy of 48 into 10⁻18 joules is. എന്തായിരിക്കും വരിക? 48 into 10⁻. നമുക്ക് എന്തായിരിക്കും? Therefore V into EV is equal to kinetic energy അല്ലേ. V into EV is equal to kinetic energy. V ആണ് നമുക്ക് V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. Therefore V is equal to kinetic energy എത്ര തന്നിട്ടുണ്ട്? 48 into 10⁻60 divided by -80 divided by EV എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ അല്ലേ. 1.6 into 10⁻90. That is equal to 300 meter per second.
സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഓർത്ത് വയ്ക്കുക. നമുക്കിതിനകത്ത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മളുള്ള റിലേഷൻ ഓർത്ത് വയ്ക്കുക. വി ഇൻറ്റു ഇ വി. ഇ വി എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. വി ഇൻറ്റു ഇ വി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ആ ഒരു റിലേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. കുറച്ച് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വി ഇൻറ്റു ഇ വി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് വി എന്ന് പറയുന്നത് നമുക്ക് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. വെലോസിറ്റി എങ്ങനെ ആയിരിക്കും വരെ കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ നമുക്കറിയാം. അതിനകത്ത് നമുക്ക് വി കണ്ടുപിടിക്കാൻ പറ്റും. വി 100 വോൾട്ട് വന്നിട്ടുണ്ട്. ഇലക്ട്രോൺ വോൾട്ട് എത്ര ആയിരിക്കും? 1.6 × 10⁻⁹. മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് 9.1 × 10⁻31 ബിക്കോസ് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളിനി ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഒരു നല്ലൊരു പാർട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പോവുക. നമ്മൾ ആ യൂണിറ്റ്സ് നോക്കുക. പിന്നെ എന്തായിരിക്കും നമ്മൾ ആ ക്വാണ്ടിറ്റി തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ബേസ്, സ്കെയിലാർ, വെക്റ്റാർ ക്വാണ്ടിറ്റീസ് അതൊരു കാര്യം അത് എഴുതി പഠിക്കുക. SI യൂണിറ്റ് നോക്കി പോവുക. പിന്നെ ചാർജസ് ഓരോരോ ഗ്രൂപ്പുകളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതായിരിക്കും സ്ക്വയറിൽ, ട്രയാങ്കിളിന്റെ വെർട്ടിസസിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കുക. പൊട്ടൻഷ്യൽ എങ്ങനെ മാറുമെന്ന് നോക്കുക. ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചതുപോലുള്ള എന്തായിരിക്കും സർഫസ് ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കുക. കൈനറ്റിക് എനർജി, ഇത്രയൊക്കെ അതിനകത്ത് ആ ഒരു പാർട്ടിയിൽ നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരുള്ളൂ. അതിനകത്ത് ആ ബേസിക് റൂൾസ് നമ്മൾ ഓർത്ത് വയ്ക്കുക. സോ നമുക്ക് ഇനി അടുത്ത് നമുക്ക് മെഷർമെന്റ്സിലേക്ക് പോവാം. മെഷർമെന്റ്സിന്റെ കുറച്ച് 1-2 ടോപ്പിക്സ് നമുക്ക് അത്യാവശ്യമായിട്ട് നോക്കിയിട്ട് പോവാം. മെഷർമെന്റ്സിനകത്ത് ഇതിന്റെ ഈ റെക്കോർഡഡ് നോട്ട്സ് ആവശ്യമുണ്ടോ? എങ്ങനെയാണ്? നമ്മൾ മെഷർമെന്റ്സിലേക്ക് നമ്മൾ പോവുകയാണ്. മെഷർമെന്റ്സിന് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് PMMC വരുന്നുണ്ട്. PMMC എന്ന് പറഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ പ്രധാനപ്പെട്ട 4 കമ്പോണൻസ് ആണ് ഉള്ളത്. ആരൊക്കെയായിരിക്കും ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്നത്? ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിനകത്ത് പ്രധാനമായിട്ട് 4 കമ്പോണൻസ് ഉള്ള 4 സിസ്റ്റം ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ആണ്. ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം. രണ്ടാമത്തത് പറയുന്നത് കൺട്രോളിംഗ് സിസ്റ്റം ആണ്. കൺട്രോളിംഗ് സിസ്റ്റം. മൂന്നാമത്തത് എന്തായിരിക്കും? ഡാമ്പിംഗ് സിസ്റ്റം. നാലാമത്തത് നമ്മൾ ഓക്സിലറീസ് ആയ പോയിന്റർ, സ്പിൻഡിൽ, അതൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും നമുക്ക് എന്താ പറയുന്നത് നാലാമത്തെന്ന് പറയുന്നത്. അപ്പൊ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു initiate the pointer from the zero position. Deflecting system that produces deflecting torque in order to initiate the pointer from the zero position. അതാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ തന്നെ നമ്മൾ എന്ത് പറയും? ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. PMMC നമ്മൾ സാധാരണഗതിയിൽ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? TD, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD ഇറ്റ് പ്രൊഡ്യൂസസ് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ഇറ്റ് പ്രൊഡ്യൂസസ് എ ടോർക്ക് കാൾഡ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ആ TD എന്ന് പറയുന്നതായിരിക്കും പ്രൊപ്പോർഷണൽ ടു I⁻⁴ ആണ്. ഈ X ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ 1 ആവാം, 2 ആവാം, 3 ആവാം. X ഈസ് ഈക്വൽ ടു 1 എന്ന് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? X ഈസ് 1 ഫോർ എ PMMC ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആൻഡ് X ഈസ് ഈക്വൽ ടു 2 ഫോർ എ എന്തായിരിക്കും വരിക? മൂവിംഗ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD ഈസ് പ്രൊപ്പോർഷണൽ ടു I ആണ്. എവിടെ ആയിരിക്കും? PMMC ആണെങ്കിൽ മൂവിംഗ് അയൺ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? TD ഈസ് പ്രൊപ്പോർഷണൽ ടു I² ആണ്. TD ഈസ് പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും സ്കെയിൽ ഈസ് ലീനിയർ ആണ്. എവിടെയാണ്? PMMC ആണെങ്കിൽ എന്തായിരിക്കും? മൂവിംഗ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സ്കെയിൽ ഈസ് നോൺ ലീനിയർ ആണ്. ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കാം. അപ്പം ഇതാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇപ്പൊ PMMCയിൽ ഇപ്പൊ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മാഗ്നറ്റിക് എഫക്ട് മൂലമാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് പറയാൻ പറ്റും. അപ്പം മാഗ്നറ്റിക് എഫക്ട് മൂലമാണ് PMMC വർക്ക് ചെയ്യുന്നത്, മൂവിംഗ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രോ ഡൈനമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യുന്നത്, EMMC ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യുന്നത്. എല്ലാം എന്തായിരിക്കും? മാഗ്നറ്റിക് എഫക്ട് ആണ്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട് മൂലം വർക്ക് ചെയ്യുന്നതായിരിക്കും എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട് മൂലം വർക്ക് ആവുന്നത്. തെർമൽ എഫക്ട് മൂലം വർക്ക് ആവുന്ന തെർമൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് തെർമോകപ്പിൾ, ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്, ബോളോമീറ്റർ. ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ എന്താണ് തെർമൽ ഇൻസ്ട്രുമെന്റ്സിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ പറഞ്ഞാൽ ഫ്ലക്സ് മീറ്ററിന് വർക്ക് ചെയ്യുന്ന ഫ്ലക്സ് മീറ്ററിൽ ഡിഫ്ലക്ഷൻ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന എന്തായിരിക്കും?
ഫ്ലക്സ് മീറ്റർ അല്ലെ. ഫ്ലക്സ് മീറ്ററിനകത്ത് ഡിഫ്ലക്ഷൻ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഫിസിക്കൽ ഫിനോമിന എന്ന് പറയുന്നതായിരിക്കും വരിക ഹാൾ എഫക്റ്റ്, അല്ലെങ്കിൽ ഹാൾ എഫക്റ്റ് കാണിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണെന്ന് വെച്ചാൽ ഏതായിരിക്കും വരിക ഫ്ലക്സ് മീറ്റർ ആണ് ഹാൾ എഫക്റ്റ് കാണിക്കുന്നത്. കാര്യം നമ്മൾ പറഞ്ഞു PMMC മൂവിംഗ് ആൻഡ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് മൂലമാണ്. പിന്നെ എന്തായിരിക്കും വരിക തെർമൽ ഇൻസ്ട്രുമെന്റ്സിൽ തെർമൽ എഫക്റ്റ് മൂലവും, അങ്ങനെ ഫ്ലക്സ് മീറ്റർ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും വരിക ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും ഹാൾ എഫക്റ്റ് മൂലമാണ് നമുക്ക് പറയാൻ പറ്റും. ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ എന്തായിരിക്കും വരിക ഇൻഡക്ഷൻ എഫക്റ്റിലായിരിക്കും നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുന്ന കാര്യം PMMC എന്ന് പറഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ എന്തായിരിക്കും വരിക ഈ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് ഓൺലി DC അല്ലെ. പിന്നെ എന്തായിരിക്കും വരിക ഇൻഡക്ഷൻ ടൈപ്പ് എന്തായിരിക്കും വരിക ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഓൺലി AC. ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം റെസ്റ്റ് ഓൾ ദ ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ AC ആൻഡ് DC മെഷർമെന്റ്സ്. AC and DC measurement. അപ്പം PMMC എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഓൺലി DC ക്വാണ്ടിറ്റി. ഇൻഡക്ഷൻ ടൈപ്പ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് AC ക്വാണ്ടിറ്റി. ബട്ട് റിമൈനിങ് all ഇൻസ്ട്രുമെന്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ബോത്ത് AC ആൻഡ് DC ക്വാണ്ടിറ്റി നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ഓർത്തിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ in order to measure any high voltage of any waveform. ഇപ്പം സൈൻ വേവ് മാത്രമാവണമെന്നില്ല, വോൾട്ടേജിന്റെ ഏത് ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഏത് ഹൈ വോൾട്ടേജ് വേവ് ഫോമിനെ അത് ഏത് ഷേപ്പിലുള്ള വേവ് ഫോം ആണെങ്കിൽ തന്നെയും എനിക്ക് ഏത് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഫോർ ഹൈ വോൾട്ടേജ് ഓഫ് എനി വേവ് ഫോം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്നത് കൺട്രോളിംഗ് സിസ്റ്റം ആണ്. കൺട്രോളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഇതായിരിക്കും വരിക സ്പ്രിംഗ് കൺട്രോൾ ഉണ്ട്. പിന്നെ എന്തായിരിക്കും വരിക ഗ്രാവിറ്റി കൺട്രോൾ ഉണ്ട്. സ്പ്രിംഗ് കൺട്രോൾ, ഗ്രാവിറ്റി കൺട്രോൾ. ഈ കൺട്രോളിംഗ് സിസ്റ്റം പ്രൊഡ്യൂസസ് കൺട്രോളിംഗ് ടോർക്ക് TC നമുക്ക് പറയാൻ പറ്റും. സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലുള്ള സ്പ്രിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹെലിക്കൽ സ്പ്രിംഗും എന്തായിരിക്കും വരിക സ്പൈറൽ സ്പ്രിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓൾ മെറ്റീരിയൽസ് എന്തായിരിക്കും വരിക ഓൾമോസ്റ്റ് ഓൾ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പൈറൽ സ്പ്രിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുന്ന ഒരു കാര്യം സ്പ്രിംഗ് കൺട്രോളിനകത്ത് സ്പ്രിംഗ് മാനുഫാക്ചർ ചെയ്യുന്ന ഡിവൈസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ സ്പ്രിങ്ങിനെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കാം. ഈ K എന്ന് പറയുന്നത് TC എന്ന് പറയുന്നതായിരിക്കും വരെ കൺട്രോളിംഗ് ടോർക്ക് TC is equal to K into theta നമുക്ക് പറയാൻ പറ്റും അല്ലെ. therefore K is equal to TC by theta. ഈ TK ആണ് നമ്മൾ എന്ത് പറയുന്നത് K is called the spring constant or torsion constant എന്നൊക്കെ നമ്മൾ പറയുന്നത്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് or torsion constant. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും വരിക ടോർക്ക് എന്തായിരിക്കും വരിക ന്യൂട്ടൺ മീറ്റർ ആണ് അല്ലെ. തീറ്റ എന്തായിരിക്കും വരിക ഡിഗ്രി ആയിരിക്കും. therefore ടോർഷൻ കോൺസ്റ്റന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക ന്യൂട്ടൺ മീറ്റർ പെർ ഡിഗ്രി ആണ് ഓർത്ത് വെക്കുക. ന്യൂട്ടൺ മീറ്റർ പെർ ഡിഗ്രി. ഓക്കെ. പിന്നെ നമ്മൾ സ്പ്രിംഗ് കൺട്രോൾ, ഗ്രാവിറ്റി കൺട്രോൾ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ PMMC ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. PMMC ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ PMMC ടൈപ്പ് ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പെർമനന്റ് മാഗ്നറ്റ് ആണ്. therefore അവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്ന ഡാമ്പിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക എഡി കറന്റ് ഡാമ്പിംഗ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് വി ആർ യൂസിങ് എന്തായിരിക്കും പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആയതുകൊണ്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡാമ്പിംഗ് എന്ന് പറയുന്നത് എഡി കറന്റ് ഡാമ്പിംഗ് നമുക്ക് കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കാം. പക്ഷേ മൂവിംഗ് ആൻഡ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്തായിരിക്കും വരിക അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാമ്പിംഗ് എന്തായിരിക്കും എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഹിയർ കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു TC is equal to theta ആണ്. ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സൈൻ തീറ്റ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും എന്നുള്ള നമ്മുടെ കാര്യത്തിൽ. ഇപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ PMMC പറ്റി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാന്ന് പറഞ്ഞാൽ കുറെ PMMC ആവുമ്പോൾ PMMC ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഡിഫ്ലക്ഷൻ ടോർക്ക് ഇക്വേഷൻ എന്തായിരിക്കും വരിക TD is equal to NBI into A. NB എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് ആണ്. B എന്ന് പറഞ്ഞ ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. I എന്ന് പറഞ്ഞ കറണ്ട് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും വരിക A
എ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ടി സി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കൺട്രോളിംഗ് ടോർക്ക് ടി സി ഇസ് ഇക്വൽ ടു കെ തീറ്റ. അപ്പൊ നമുക്ക് ഡിഫ്ലക്ഷൻ എങ്ങനെ ആയിരിക്കും കാണിക്കുക? വെൻ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ ടി ഡി ഇസ് ഇക്വൽ ടു ടി സി ആവുന്ന കണ്ടീഷനിലായിരിക്കും നമുക്ക് ഡിഫ്ലക്റ്റിംഗ് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. therefore പിന്നെ പി എം എം സി therefore എൻ പി ഐ എ ഇസ് ഇക്വൽ ടു എന്തായിരിക്കും വരിക? കെ ഇൻറ്റു തീറ്റ. therefore ഐ ഇസ് ഇക്വൽ ടു ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ എന്തായിരിക്കും തീറ്റ പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയാൻ പറ്റും. therefore സ്കെയിൽ എന്തായിരിക്കും വരിക? സ്കെയിൽ ഈസ് ലീനിയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. therefore സ്കെയിൽ ഈസ് ലീനിയർ. അപ്പൊ നമ്മളിവിടെ പഠിക്കേണ്ട കാര്യം ഡിഫ്ലക്ഷൻ ടോർക്കിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ടി ഡി ഇസ് ഈക്വൽ ടു എൻ ബി ഇൻറ്റു ഐ ഇൻറ്റു എ അല്ലെ. ഇനി ഇവിടെ നോക്കിയേ, ഈ ഒരു ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ബൈ ഐ നോക്കിയേ. തീറ്റ ബൈ ഐ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? തീറ്റ ബൈ ഐ ഈസ് ഈക്വൽ ടു എൻ ബി എ ബൈ കെ ആണ്. എൻ ബി എ ബൈ കെ ആണ്. തീറ്റ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? കാര്യം തീറ്റ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ് അല്ലെ, ഡിഫ്ലക്ഷൻ ആണ്. ഐ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കറണ്ട് ആയിരിക്കും അല്ലെങ്കിൽ മെഷറിംഗ് ക്വാണ്ടിറ്റി ആണ്. therefore this output divided by input is called sensitivity നമുക്ക് പറയാൻ പറ്റും. is called sensitivity. അതും ഓർത്ത് വെക്കാം, സെൻസിറ്റിവിറ്റി. ഓക്കെ. പിന്നെ പി എം എം സി ആസ് എ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ പി എം എം സി ആസ് ആൻ അമീറ്റർ എങ്ങനെയായിരിക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇതൊരു മീറ്റർ ആണ്, ഇതൊരു പി എം എം സി ഇൻസ്ട്രുമെന്റ് ആണ്. ഇതൊരു പി എം എം സി ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് മീറ്റർ റെസിസ്റ്റൻസ് ആർ എം ആണ്. ആർ എന്ന് പറഞ്ഞാൽ മീറ്റർ റെസിസ്റ്റൻസ് ആർ എം ആണ്. എനിക്ക് മെഷർ ചെയ്യാനുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് എനിക്ക് മെഷർ ചെയ്യാനുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യുന്നത് ഇത്രയും വോൾട്ടേജ് ആണെന്ന് വിചാരിക്കാം. എനിക്ക് ഈ വോൾട്ടേജിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിയൊരു വോൾട്ടേജ് എനിക്ക് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഐ ഹാവ് ടു കണക്ട് എ ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ദ മീറ്റർ അല്ലെ. ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ദ മീറ്റർ നമുക്ക് പറയാൻ പറ്റും. അപ്പം എന്തായിരിക്കും വരിക? ദാറ്റ് മീൻസ് in a PMMC instrument the voltage അല്ലെങ്കിൽ എന്തായിരിക്കും? the range can be the voltmeter range can be extended by connecting a high value resistance in series with the meter. ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ന് പറയുന്നത്. therefore the PMMC voltmeter range can be extended. അപ്പം ഇതിന്റെ RSC യുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് RSC is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? RSC is equal to RM into M-1 എന്ന് പറയാൻ പറ്റും. സോ ഈ RSC എന്ന് പറഞ്ഞ സീരീസ് റെസിസ്റ്റൻസിന്റെ വാല്യൂ RM into M-1 ആണ്. വേറെ RM എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? മീറ്റർ റെസിസ്റ്റൻസ് ആണ്. RM is a meter resistance. M എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? M is a multiplication factor. V by VM ആണ്. ഇതായിരിക്കും നമ്മളുടെ VM എന്ന് പറയുന്നത്. V by VM. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. R is equal to V by VM ആണ്. M is equal to V by VM. RSC is equal to RM into M-1. ഇനി നമുക്ക് ഒരു ഇത് പിന്നെ അമ്മീറ്ററിന്റെ റേഞ്ച് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എന്തായിരിക്കും നമ്മൾ ചെയ്യുക? അമ്മീറ്റർ റേഞ്ച് ആണെങ്കിൽ എന്തായിരിക്കും? ഇതൊരു പി എം എം സി ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് മീറ്റർ റെസിസ്റ്റൻസ് മീറ്റർ റെസിസ്റ്റൻസ് RM ആണ്. എനിക്ക് മെഷർ ചെയ്യാനുള്ള കറണ്ട് അല്ലെ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? ഈ ലോ വാല്യൂ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? കറക്റ്റ് കണക്ട് ചെയ്യാണ് RSH. അപ്പോൾ RSH ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? RM ഡിവൈഡ് ബൈ M-1 അല്ലെ. വേർ M ഈസ് ഈക്വൽ ടു I by IM. അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കാം എന്തായിരിക്കും? PMMC as ammeter ആണെങ്കിൽ എന്തായിരിക്കും? PMMC as ammeter ആണെങ്കിൽ low value shunt is connected across the meter അല്ലെ. അതായിരിക്കും ഒരു ലോ വാല്യൂ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷണ്ട് ഈസ് കണക്റ്റഡ് അക്രോസ് ദ മീറ്റർ. പിന്നെ അമ്മീറ്റർ PMMC as a voltmeter ആണെങ്കിൽ എന്തായിരിക്കും? ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ മീറ്റർ. ഇത് തിരിഞ്ഞു പോകരുത്. ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഈ നമ്മൾ കണക്ട് ചെയ്യുന്ന ഷണ്ടിന്റെയോ സീരീസിന്റെയോ വാല്യൂസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അപ്പൊ ആ പോയിന്റ്സ് കൂടി നമ്മൾ ഓർത്ത് വയ്ക്കുക. അത് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ നോക്കുന്ന പോയിന്റ് ആണ്. കാര്യം ഇതൊക്കെ ഞാൻ ആൾറെഡി നോട്ട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കുക. പിന്നെ പറയുമ്പോഴത്തേക്ക് എന്താ? സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഫോർ എക്സാമ്പിൾ സെൻസിറ്റിവിറ്റി ടോട്ടൽ S is equal നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സെൻസിറ്റിവിറ്റി is equal to DC sensitivity is equal to 1 divided by ഇതായിരിക്കും 1 divided by full scale deflection എന്ന് പറയാൻ പറ്റും അല്ലെ. 1 divided by full scale deflection that is equal to 1 divided by VM divided by RM. കറണ്ട് അങ്ങനെ എഴുതിക്കൂടെ. therefore that is equal to RM by VM എന്ന് പറയാൻ പറ്റും സെൻസിറ്റിവിറ്റി. therefore സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഓം പെർ വോൾട്ട് ആണ് അല്ലെ. therefore the unit of sensitivity is equal to resistance യൂണിറ്റ് ഓം ആണ്. therefore വോൾട്ട്മീറ്റർ എന്തായിരിക്കും? VM എന്തായിരിക്കും വരിക? വോൾട്ട് ആണ്. therefore ഓം പെർ വോൾട്ട് ആയിരിക്കും സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും സെൻസിറ്റിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ RM പ്ലസ് ഞാൻ കൊടുക്കുകയാണ് RM പ്ലസ് RSC എന്ന് ഞാൻ പറയുകയാണ്. കാര്യം നമ്മളുടെ
വോൾട്ട്മീറ്ററുടെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കൂടെ കണക്ട് ചെയ്യണ്ടേ? അപ്പം RM പ്ലസ് RSC ഡിവൈഡ് ബൈ VM എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇൻപുട്ട് റെസിസ്റ്റൻസ് RM പ്ലസ് RSC എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ RV എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ. ഇറ്റ് ഈസ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. therefore S is equal to RV divided by VM. therefore if RV increases അല്ലെ, if RV increases എന്തായിരിക്കും സംഭവിക്കുക? സെൻസിറ്റിവിറ്റി ആൾസോ ഇൻക്രീസസ്. അപ്പം ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് സെൻസിറ്റിവിറ്റി ഹൈ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. സോ ഈ ഒരു പോയിന്റും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. അടുത്തതായിരിക്കും ഒരു ലോഡിംഗ് എറർ. എന്തായിരിക്കും ലോഡിംഗ് എറർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ലോഡിംഗ് എറർ. ലോഡിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളതിന്റെ പിന്നെ തിയറിയിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ ആൾറെഡി ഞാൻ നോട്ട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോഡിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ഡിവൈഡ് ആണ് ലോഡിംഗ് എറർ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ആൾവേസ് ലോഡിംഗ് എററിന്റെ വാല്യൂ ആയിരിക്കും വരെ നെഗറ്റീവ് ആയിരിക്കും. ലോഡിംഗ് എറർ ഈസ് ആൾവേസ് നെഗറ്റീവ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. ലോഡിംഗ് എറർ കനോട്ട് ബി എലിമിനേറ്റഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ് നമുക്ക് പറയാൻ പറ്റും. വാല്യൂ ഓഫ് ദ ലോഡിംഗ് എറർ ഈസ് ആൾവേസ് നെഗറ്റീവ്. ഇപ്പൊ മുന്നേ നമ്മൾ പഠിച്ചില്ലായിരുന്നു. അപ്പം റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളുടെ ഒരു വോൾട്ട്മീറ്റർ ആണ്, സോറി അമ്മീറ്റർ ആണെന്ന് വിചാരിക്കുക. PMMC അമ്മീറ്റർ ആണ്. ഇതൊരു സീരീസ് റെസിസ്റ്റൻസ് മീറ്റർ റെസിസ്റ്റൻസ് RM ആണ്. ഇതെന്തായിരിക്കും? ഇത് PMMC മീറ്റർ ആണ്. ഇത് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലോ വാല്യൂ ഷണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കണക്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ നോക്കിയേ, ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെറ്റീരിയലിന് ഇതെല്ലാം ഡിസിമിലർ മെറ്റീരിയൽ അല്ലെ, സെയിം മെറ്റീരിയൽ ആയിരിക്കത്തില്ല. അപ്പം ഈ ഡിസിമിലർ മെറ്റീരിയൽ നമ്മളിവിടെ ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് എന്തുണ്ടാവും? നമുക്കിവിടെ EMF ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, തെർമൽ EMF ഡെവലപ്പ് ചെയ്യുക അല്ലെ. ഇതിനെ നമ്മൾ പെൽറ്റിയർ എഫക്ട് എന്ന് പറയുന്നത്. പെൽറ്റിയർ എഫക്ട് എന്ന് പറയാം. അപ്പം എന്തായിരിക്കും വരിക? ഇപ്പം ഈ ടു ഡിസിമിലർ മെറ്റീരിയൽസ് ആർ ജോയിൻഡ് അല്ലെ, ആർ ജോയിൻഡ് ടുഗദർ ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് EMF is induced. that EMF is called thermal EMF എന്ന് പറയും. അപ്പൊ ഈ തെർമൽ EMF നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? ബൈ കണക്ടിങ് എ സ്വാമ്പിംഗ് റെസിസ്റ്റൻസ്. സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? temperature error can be eliminated ആണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും വരിക? therefore what is meant by swamping resistance? that is for example നമ്മൾ മീറ്ററിന് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മൾ സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? in order to eliminate the temperature error, ടെമ്പറേച്ചർ എററിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വാമ്പിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അത് പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. റേഞ്ച് എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഓൾറെഡി മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ ക്വിക്ക് റിവിഷൻ ആയിട്ട് നമ്മൾ പോവാണ്. ഏതൊക്കെ പോയിന്റ്സ് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം അതാണ് നമ്മളുടെ മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പൊ നമ്മൾ ഒരു കറണ്ട് I of t is equal to for example a current I of t is equal to 3 plus 4 root 2 sin omega t plus 30 degree. Sin omega t plus 30 degree is applied to a moving and type instrument. ഒരു മൂവിംഗ് ആൻഡ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ ഈ ഒരു കറണ്ട് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മീറ്റർ റീഡിംഗ് എന്തായിരിക്കും കാണിക്കുന്നതാണ് ചോദിക്കുന്നത്. അങ്ങനെയായിരിക്കും വരിക. നമ്മൾ എന്ത് ചെയ്യുക? RMS വാല്യൂ കണ്ടുപിടിക്കുക അല്ലെ. RMS വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതായിരിക്കും വരിക A0 square, that is equal to 3 square plus 4 root 2 divided by root 2 the whole square. So that is equal to square root of 9 plus 16, that is equal to 5 amps. 5 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ സെയിം ഇൻസ്ട്രുമെന്റ് തന്നെ കാര്യം നമുക്കറിയാം. മൂവിംഗ് ആൻഡ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആകുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ വർക്ക് ഓൺ ബോത്ത് AC ആൻഡ് DC അല്ലെ. അപ്പൊ എന്തായിരിക്കും വരിക? ഇതിന്റെ AC ക്വാണ്ടിറ്റി ആൻഡ് മെഷർ ദ RMS വാല്യൂ ആയിരിക്കും മെഷർ ചെയ്യുന്നത്. ഇതൊരു PMMC കൊടുത്തത് എന്തായിരിക്കും വരിക? നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂ DC ആയ 3 മാത്രമേ ആര് മെഷർ ചെയ്യത്തുള്ളൂ? PMMC മെഷർ ചെയ്യത്തുള്ളൂ. അങ്ങനെയും ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്.
അറിഞ്ഞിരിക്കേണ്ട സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെ. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഒന്നാമത്തത് അമ്മീറ്റർ ഐഡിയൽ എന്തായിരിക്കും വരിക പ്രാക്ടിക്കൽ. അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, കറണ്ട് സോഴ്സ് ആൻഡ് വോൾട്ടേജ് സോഴ്സ്. കറണ്ട് സോഴ്സ് ആൻഡ് വോൾട്ടേജ് സോഴ്സ് എന്തായിരിക്കും വരിക? ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഐഡിയൽ അമ്മീറ്റർ ആകുമ്പോഴത്തേക്ക് 0 ആയിരിക്കും വരെ അല്ലെ. ഫോർ ഐഡിയൽ അമ്മീറ്റർ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് 0 അല്ലെ. പ്രാക്ടിക്കൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ലോ ആയിരിക്കും. അമ്മീറ്ററും വോൾട്ടേജ് സോഴ്സും ആയിട്ട് കമ്പയർ ചെയ്യുക. എന്തായിരിക്കും വരിക? വോൾട്ടേജ് സോഴ്സ് ആകുമ്പോഴത്തേക്ക് എന്താ? ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ആൾസോ 0. ഇറ്റ് ഈസ് ആൾസോ ലോ. വോൾട്ട്മീറ്റർ ആകുമ്പോഴത്തേക്ക് എന്താ? ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഐഡിയൽ ആണെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആണെങ്കിൽ എന്തായിരിക്കും? ഹൈ ആയിരിക്കും അല്ലെ. കറണ്ട് സോഴ്സ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഫോർ കറണ്ട് സോഴ്സ് ആൾസോ ഇതായിരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ഇൻഫിനിറ്റി ആൻഡ് ദിസ് വാല്യൂസ്. പ്രാക്ടിക്കൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പ്രാക്ടിക്കൽ വാല്യൂസ് ഹൈ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. അമ്മീറ്ററും എന്തായിരിക്കും? വോൾട്ടേജ് സോഴ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. അമ്മീറ്ററിന്റെ ഐഡിയൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഐഡിയൽ കേസ് ആണെങ്കിൽ ഐഡിയൽ അമ്മീറ്ററിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് 0 ആണ്. ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് പറയുമ്പോഴത്തേക്കും അതും 0 ആണ്. ബാക്കി മറ്റേ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. സോ ഈ പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കാര്യം മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്തും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു പാർട്ടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പവർ മെഷർമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? വാട്ട് മീറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ പവർ മെഷർ ചെയ്യുന്നത് അല്ലെ. പവർ മെഷർമെന്റ് നമ്മൾ DC മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ആയിരിക്കും വരിക? DC പവർ മെഷർമെന്റ് ഉണ്ട്, AC പവർ മെഷർമെന്റ് ഉണ്ട് അല്ലെ. DC പവർ മെഷർമെന്റ് പറയുമ്പോഴത്തേക്ക് നമുക്ക് പവർ മെഷർമെന്റ് ആണ് സോ പവർ മെഷർമെന്റ് നമുക്ക് DC പവർ മെഷർമെന്റ് ഉണ്ട്, AC പവർ മെഷർമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ DC പവർ മെഷർമെന്റ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് എന്തായിരിക്കും വരിക? അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ്, വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ് ആണ് DC പവർ മെഷർമെന്റ്. AC പവർ മെഷർമെന്റ് എന്തായിരിക്കും വരിക? ഈ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. അപ്പൊ വാട്ട് മീറ്ററിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് DC പവർ മെഷർമെന്റിനകത്ത് ഇറർ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് അല്ലെ. പെർസെന്റേജ് ഇറർ ഈസ് ഈക്വൽ ടു ഡി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ? DC പവർ മെഷർമെന്റ് രണ്ട് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ്. രണ്ടാമത്തെ എന്തായിരിക്കും വരിക? വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ്. അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡിനകത്ത് പെർസെന്റേജ് ഇറർ എത്ര ആയിരിക്കും വരിക? therefore in ammeter voltmeter percentage error is equal to percentage error is equal to RL divided by RV. Load resistance divided by input resistance RV into 100%. അല്ലേ? voltmeter resistance RL divided by RV into 100%. എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? പെർസെന്റേജ് എറർ ഈസ് ഈക്വൽ ടു RA ഡിവൈഡ് ബൈ പെർസെന്റേജ് എറർ ഈസ് ഈക്വൽ ടു RA ഡിവൈഡ് ബൈ RL ഇൻറ്റു 100%. RA ഡിവൈഡ് ബൈ RL ഇൻറ്റു 100%. അപ്പം ഇവിടുത്തെ ഒബ്സർവേഷൻ എന്താ? അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ് നമുക്കറിയാം RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ് ആണ്. ലോഡ് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ലോഡ് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇറത് കൂടും അല്ലെ? ഇറത് കൂടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ therefore അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് പവർ ഇൻ എന്തായിരിക്കും? ലോ ലോഡ് അല്ലെ. മെഷർമെന്റ് പവർ ഇൻ ലോ റെസിസ്റ്റീവ് ലോഡ്സ് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് കുറവായിട്ടുള്ള കുറവായിട്ടുള്ള പാർട്ടിലായിരിക്കും നമുക്ക് അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് RA ബൈ RL അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് RL ഡിനോമിനേറ്റർ ആണ്. അപ്പൊ ലോഡ് റെസിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്ക് ഇതായിരിക്കും വരിക? പെർസെന്റേജ് ഇറർ കുറയും അല്ലെ. അത് നമുക്ക് പറയാൻ പറ്റും. സോ വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് പവർ ഇൻ ഇതായിരിക്കും ഹൈ ലോഡ് അല്ലെ. ഹൈ റെസിസ്റ്റീവ് ലോഡ് സർക്യൂട്ട്സ്. അതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആണ് ഇതിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് EDM ടൈപ്പ് വാട്ട് മീറ്റർ ആണെങ്കിൽ വാട്ട് മീറ്ററിന് നമുക്ക് 2 കോയിൽ ഉണ്ട് അല്ലെ. പ്രഷർ കോയിൽ ഉണ്ട്, കറണ്ട് കോയിൽ ഉണ്ട്. കറണ്ട് കോയിലാണ് ഇതായിരിക്കും വരിക? പ്രഷർ കോയിലാണ്. കറണ്ട് കോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്?
കറണ്ട് കോയിൽ ലോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് കോയിൽ നമ്മൾ പറയുന്നുണ്ട് ഇത് ലോഡിന് സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നത്. പ്രഷർ കോയിൽ നമ്മൾ എവിടെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്? സപ്ലൈ വോൾട്ടേജ് അക്രോസ് ആയിട്ട് നമ്മൾ പ്രഷർ കോയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. 3 ടെർമിനലുണ്ട്, MLCV, MLCV 4 ടെർമിനലുണ്ട്. ഇപ്പൊ നമുക്ക് അടുത്ത നമുക്ക് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു മെഷർ ട്രൂ പവർ അല്ലെ, ടു മെഷർ ട്രൂ പവർ അല്ലെ, ട്രൂ പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കണം? ദ പ്രഷർ കോയിൽ മസ്റ്റ് ബി എന്തായിരിക്കണം? ഹൈലി റെസിസ്റ്റീവ് ആയിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് റിമെമ്പർ. ടു മെഷർ ദ ട്രൂ പവർ ദ പ്രഷർ കോയിൽ മസ്റ്റ് ബി ഹൈലി റെസിസ്റ്റീവ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. in order to measure the true power, the pressure coil must be highly resistive. ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കാം. പിന്നെ പറഞ്ഞാൽ കാര്യം ആ ഒരു കേസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് വാട്ട് മീറ്ററിൽ നമുക്ക് ഇറന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. പിന്നെ പറഞ്ഞാൽ വാട്ട് മീറ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ടു മെഷർ ദ ട്രൂ പവർ പ്രഷർ കോയിൽ മസ്റ്റ് ബി ഹൈലി റെസിസ്റ്റീവ് ആയിരിക്കണം. പിന്നെ എന്തായിരിക്കും വരിക? ഇതിന്റെ ട്രൂ പവർ എന്ന് പറയുമ്പോഴത്തേക്കും ട്രൂ പവർ ഈസ് ഈക്വൽ ടു VI cos phi ആണ് അല്ലെ. therefore the scale എന്തായിരിക്കും വരിക? ഹിയർ the watt meter, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ സ്കെയിൽ എന്തായിരിക്കും വരിക? സ്കെയിൽ ഈസ് ലീനിയർ സ്കെയിൽ ആയിരിക്കും വരിക. ആൻഡ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോർത്ത് പോയിന്റ് ഈസ് വാട്ട് മീറ്റർ മെഷേഴ്സ്. ഏത് പവർ ആയിരിക്കും? വാട്ട് മീറ്റർ മെഷേഴ്സ് ഓപ്ഷൻ ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ ഏതായിരിക്കും വരിക? വാട്ട് മീറ്റർ മെഷേഴ്സ് ആക്റ്റീവ് പവർ ആയിരിക്കും വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത്. അതും ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് മീറ്റർ മെഷേഴ്സ് ആക്റ്റീവ് പവർ. അടുത്തേം പറയാൻ പറ്റും വാട്ട് മീറ്റർ മെഷേഴ്സ് ഇതായിരിക്കും വരിക? ആവറേജ് പവർ. വാട്ട് മീറ്റർ മെഷേഴ്സ് ആക്റ്റീവ് പവർ ആൻഡ് ആവറേജ് പവർ. അത് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ആവറേജ് പവർ മെഷർമെന്റ് ആൻഡ് ആവറേജ് പവർ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് നമുക്ക് പറയാൻ പറ്റും. സോ ഈ പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കാം. പിന്നെ എന്തായിരിക്കും വരിക? കറക്ഷൻ ഫാക്ടർ. കഴിഞ്ഞ നടന്ന അപെക്സ് സൊസൈറ്റി എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കറക്ഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? കറക്ഷൻ ഫാക്ടർ CF is equal to PT, ട്രൂ വാല്യൂ ഡിവൈഡ് ബൈ മെഷർഡ് വാല്യൂ is equal to cos phi divided by cos beta into cos of phi minus beta. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ സെഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഇക്വേഷൻസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഈ പോയിന്റ്സ് ഓർത്ത് വെക്കാം. പിന്നെ എന്തായിരിക്കും പെർസെന്റ് ഇറർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? കറക്ഷൻ ഫാക്ടർ പഠിച്ചു. ഇറർ ഈസ് ഈക്വൽ ടു വാട്ട് മീറ്റർ ഈസ് ഈക്വൽ ടു VI sin phi into tan beta അല്ലെ. VI sin phi into tan beta ആണ് ഇറർ എന്ന് പറയുന്നത്. ഇറർ ഡ്യൂ ടു പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ്. നമ്മൾ പറഞ്ഞു ആക്റ്റീവ് പവർ മെഷർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? അല്ലെങ്കിൽ ട്രൂ പവർ മെഷർ ചെയ്യണമെങ്കിൽ ദ പ്രഷർ കോയിൽ മസ്റ്റ് ബി ഹൈലി റെസിസ്റ്റീവ്. പക്ഷെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല? നമുക്ക് ഹൈലി റെസിസ്റ്റീവ് ആയി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തായിരിക്കും ഇറർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഇററിന്റെ ഇക്വേഷൻ ആണ് VI sin phi into tan beta എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓർത്ത് വെക്കുക അറ്റ് ലോ പവർ ഫാക്ടർ വാട്ട് മീറ്റർ ഗീവ്സ് ലീഡിംഗ് ആണെങ്കിലും ലാഗിംഗ് ആണെങ്കിലും എന്തായിരിക്കും? ലോ പവർ ഫാക്ടറിൽ വാട്ട് മീറ്റർ ഗീവ്സ് എന്തായിരിക്കും? വാട്ട് മീറ്റർ ഗീവ്സ് ലാർജ് എറേഴ്സ്. അത് ഓർത്ത് വെക്കുക. അറ്റ് ലോ പവർ ഫാക്ടർ എറേഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? ലാർജ് എറേഴ്സ് ആയിരിക്കും നമ്മളെ വാട്ട് മീറ്റർ കാണിക്കുന്നതെന്നും ഓർത്ത് വെക്കുക. ഇത് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ ഒരു വാട്ട് മീറ്ററിനകത്ത് നമ്മൾ ഒരു വോൾട്ടേജ് വേവ് ഫോം, ഒരു കറണ്ട് വേവ് ഫോം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഹൗ ദ വാട്ട് മീറ്റർ റീഡിംഗ് ഈസ്, അതും ഓർത്ത് വെക്കേണ്ടത് പോയിന്റ് ആണ്. സപ്പോസ് ഇഫ് എ വോൾട്ടേജ്, അതിനു മുന്നേ നമുക്കറിയാം എന്തായിരിക്കും? ഞാൻ പറയുകയാണ് വോൾട്ടേജ് V of t is equal to V naught plus Vm1 into sin omega t plus theta 1 plus Vm2 into sin omega t plus theta 2 plus etc. And I of t is equal to I naught plus Im1 into sin of omega t plus alpha 1. ഓർത്താൽ മതി. കറണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ alpha 1 ആണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ആൽഫ എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ അല്ല. അപ്പം ആ ആൽഫ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കാര്യം ഇതിനകത്ത് നമുക്ക് ഒരു കൺവേർഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മൾ വാട്ട് മീറ്റർ റീഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ ഒരു വോൾട്ടേജ് വേവ് ഫോമും വാട്ട് മീറ്ററിന്റെ ഇതായിരിക്കും പ്രഷർ കോയിലും കറണ്ട് വേവ് ഫോം നമ്മളുടെ കറണ്ട് കോയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് മീറ്റർ റീഡിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും നമുക്കറിയാം പറയാ? വാട്ട് മീറ്റർ ആൾവേസ് മെഷേഴ്സ് ആവറേജ് പവർ. ആവറേജ് പവർ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? P average is equal to V0 into I0 അല്ലെ, പവർ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലെ, പ്ലസ് 1/2 into ഇവിടെ നോക്കി ഇവിടെ ഫ്രീക്വൻസി ടേംസ് നമുക്ക് വരുവാണ്. അങ്ങനെ ആയിരിക്കും വരിക Vm1 into Im1. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് സൈനും വരാം, സൈനും വരാം, കോസും വരാം. സൈൻ ഇൻറ്റു സൈൻ വരാം, കോസ് ഇൻറ്റു കോസ് വരാം, സൈൻ ഇൻറ്റു കോസ് വരാം. എന്തായിരിക്കും വരിക? കോസ് ഇൻറ്റു സൈൻ വരാം. ഈ 4 കണ്ടീഷൻസേ നമുക്ക് വരുന്നത്. സൈനും വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? കോസ് ആയിരിക്കും വരിക.
കോസ് തീറ്റ മൈനസ് ആൽഫ ആയിരിക്കും വരിക. സൈനും ഡിഫറൻറ്റ് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? സൈനും കോസും കോസ് സൈനും വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? സൈൻ ഓഫ് ആൽഫ മൈനസ് തീറ്റ ആയിരിക്കും വരിക. ആൽഫ മൈനസ് തീറ്റ. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. Vm(I1) ഇൻറ്റു എന്തായിരിക്കും ഇവിടെ സൈനും സൈനും. അപ്പൊ എന്തായിരിക്കും വരിക? കോസ് ഓഫ് തീറ്റ മൈനസ് ആൽഫ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയേ. ഫോർ എക്സാമ്പിൾ, V of t is equal to, suppose a voltage waveform, V of t is equal to 3 plus 4 sin omega t plus 45, and I of t is equal to 10 plus 5 sin 2 omega t is applied to a 2 omega t is applied to a wattmeter. The wattmeter reading is that V average is equal to V0 I0 plus 1/2 into equations. V0 3 ആണ്, I0 10 ആണ്, plus 1/2 into V1 into I1, that is equal to 4 into 5. 4 into 5 ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എന്തായിരിക്കും വരിക? ഇവിടെ ഒമേഗ രണ്ടും ഫ്രീക്വൻസി ഡിഫറൻസ് ആണ്. നോക്കിയേ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒമേഗ ടി ആണ്, ഇവിടെ ആയിരിക്കും 2 ഒമേഗ ടി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യോമാരെ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് കളയുക. therefore that is equal to 30 വാട്ട്സ് ആയിരിക്കും നമ്മൾ അവിടുത്തെ വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത്. നോക്കിയേ, ഫോർ എക്സാമ്പിൾ another എക്സാമ്പിൾ നോക്കിയേ. ഇഫ് V of t is equal to 10 plus 5 sin omega t plus 60, 5 sin omega t plus 60 plus 5 sin plus 5 cos 2 omega t is up, and I of t is equal to, current in the equation, I of t is equal to 5 plus 10 cos omega t plus 90 plus omega t plus 90 is applied to the wattmeter. What is the reading? Therefore average power is equal to average power is equal to V0 into I0, that is equal to 50. 10 into 5 50 plus 1/2 into ഇവിടെ നിന്നായിരിക്കും സൈൻ ഒമേഗ ടി ആണ്, ഒമേഗ ടി ആണ്, സെയിം ഫ്രീക്വൻസി. അപ്പൊ എന്ത് ചെയ്യായിരിക്കും? V1 into I1, that is equal to 10 into 5 50. 50 എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റു സൈനും കോസും അല്ലേ? സൈനും കോസും വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? സൈനും കോസും വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സൈൻ ആയിരിക്കും വരിക അല്ലെ? therefore സൈൻ ഓഫ് ഇൻറ്റു സൈൻ ഓഫ് എന്തായിരിക്കും? കറണ്ട് ടേം വരുമ്പോഴത്തേക്ക് എന്താ? ഇത് ആൽഫ ആണ്, എന്തായിരിക്കും വരിക? തീറ്റ ആയിരിക്കും അല്ലെ? therefore സൈൻ ഓഫ് ആൽഫ മൈനസ് തീറ്റ, അല്ലെങ്കിൽ എന്തായിരിക്കും? സൈൻ ഓഫ് 90 മൈനസ് 60 വരും അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 30 നമുക്ക് കിട്ടും. പ്ലസ് എന്തായിരിക്കും വരിക? പിന്നെ ഒമേഗ ടിയുടെ ടേംസ് ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കറണ്ട് ടേം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വോൾട്ടേജിനകത്ത് കോസ് 2 ഒമേഗ ടി ഉണ്ട്, കറണ്ട് ടേമിൽ ആ ഫ്രീക്വൻസി ഇല്ല, 2 ഒമേഗ എന്നുള്ള ഫ്രീക്വൻസി ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര മാത്രമേ വരത്തുള്ളൂ. therefore 50 plus 1/2 into 50 into ഇതായിരിക്കും വരിക സൈൻ 90 മൈനസ് 30, സൈൻ 30 വരും. സൈൻ 30 എന്ന് പറയുമ്പോഴത്തേക്ക് 1/2 വരും അല്ലെ? therefore that is equal to 50 plus 25 divided by 2 വരും അല്ലെ? that is equal to 62.5 watts വരും. 62.5 watts. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ആണ്. അടുത്ത് നോക്കിയേ. V of t is equal to, next question, V of t is equal to 10 plus 5 sin omega t plus 30, 5 sin omega t plus 30 plus 10 cos omega t plus 60 plus 10 cos omega t plus 60. And I of t is equal to I of t is equal to 20 plus 2 cos omega t plus 5 sin 2 omega t plus 30, sin 2 omega t plus 30 is applied to a wattmeter. The wattmeter reading is, നമുക്കറിയാം wattmeter reading എന്തായിരിക്കും? ആവറേജ് പവർ ആയിരിക്കും അല്ലെ? therefore the wattmeter reading is average power is equal to എന്തായിരിക്കും? V0 into I0, that is V0 I0, that is 10 into 20 200 plus 1/2 into ഇവിടെ എന്തായിരിക്കും വരിക? സൈനും കോസും ആയിരിക്കും വരിക. സൈനും കോസും ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സൈനും കോസും ആകുമ്പോഴത്തേക്ക് നമ്മൾ വാല്യൂ വരുന്നത് എന്തായിരിക്കും വരിക? സൈൻ ആയിരിക്കും വരിക അല്ലെ? therefore 1/2 into 5 into 2 എത്ര? 10 into സൈനും കോസും വരുമ്പോഴത്തേക്ക് എന്താ? സൈൻ ആയിരിക്കും വരിക അല്ലെ? സൈൻ ഓഫ് ആൽഫ മൈനസ് തീറ്റ, ഇവിടെ എന്തായിരിക്കും വരിക? ആൽഫയുടെ വില 0 ആണ്. therefore 0 മൈനസ് തീറ്റ എത്ര ആയിരിക്കും? 30 ഡിഗ്രി വരും അല്ലെ? പ്ലസ് പിന്നെ എന്തായിരിക്കും വരിക? പിന്നെ ഒമേഗ ടേംസും മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും വരിക? ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ 5 സൈൻ ഈ ഒമേഗ ടേംസ് നമുക്ക് കറണ്ട് ടേംസ് എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, ഇനി നമുക്ക്
പ്ലസ് 10 കോസ് ഒമേഗ ടി ഉണ്ട് 2 കോസ് ഒമേഗ ടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം 10 into 2 എത്രയായിരിക്കും വരിക 20 അല്ലെ 20 കോസും വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും രണ്ടും സെയിം ആണ്. കോസ് ഓഫ് ഇവിടെ എന്തായിരിക്കും വരിക കോസ് ഓഫ് തീറ്റ മൈനസ് ആൽഫ. തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് 60 ആണ്, ആൽഫ 0 ആണ്. 60 മൈനസ് 0 ദാറ്റ് ഈസ് കോസ് 60 വരും. 2 into കോസ് 60 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സൈൻ ഓഫ് മൈനസ് 30 മൈനസ് സൈൻ 30 അത് ഈസ് മൈനസ് 1/2 വരും. ചെയ്യുമ്പോൾ നമുക്ക് 202.5 വാട്ട്സ് വരും. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഓർത്ത് വയ്ക്കുക. നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതായിരിക്കും സൈനും സൈനും വരുവാണെങ്കിൽ കോസ് രണ്ട് കമ്പോണൻസും സെയിം ആണെങ്കിൽ കോസ് ആയിരിക്കും വരിക. പിന്നെ എന്തായിരിക്കും വരിക സൈനും സെയിം ആണെങ്കിൽ സൈൻ ഇൻറ്റു സൈൻ കോസ് വരും. കോസ് ഇൻറ്റു കോസ് അതും എന്തായിരിക്കും വരിക കോസ് വരും. രണ്ടും സെയിം ആണെങ്കിൽ കോസ് ടേംസ് ആയിരിക്കും വരിക. കോസ് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക ദാറ്റ് ഈസ് തീറ്റ മൈനസ് ആൽഫയാണ്. തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വോൾട്ടേജിന്റെ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറയുന്നത് കറണ്ടിന്റെ ആംഗിൾ ആണ്. സൈനും കോസും കൂടെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക സൈൻ ആയിരിക്കും വരിക ആൽഫ മൈനസ് തീറ്റ. അത് തെറ്റിക്കാതെ നമ്മൾ എഴുതി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു വേവ് ഫോം നമ്മൾ വാട്ട് മീറ്ററിൽ കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക അതിന്റെ റീഡിങ്സ് എന്താണെന്നാണ് സാധാരണഗതിയിൽ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം പറയുന്നത്. പിന്നെ നമുക്ക് വരുന്ന പറഞ്ഞാല് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്തൊരു വാട്ട് മീറ്ററോട് ബന്ധപ്പെട്ട് വരുന്ന പറഞ്ഞാൽ നമുക്കറിയാം ഇറർ ഡ്യൂ ടു കണക്ഷൻ. നമുക്ക് വാട്ട് മീറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കോയിൽ ഉണ്ടല്ലോ. ഒന്നെന്തായിരിക്കും കറണ്ട് കോയിൽ ഉണ്ട്, എന്തായിരിക്കും വരിക ഒരു പ്രഷർ കോയിൽ ഉണ്ട് അല്ലെ. പ്രഷർ കോയിൽ ഉണ്ട്. അപ്പം ഇത് ML പ്രഷർ കോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും നമ്മുടെ പ്രഷർ കോയിൽ എന്ന് പറയുന്നത്. സിയും ഇത് ബിയും. നമുക്ക് രണ്ട് കണക്ഷൻ ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ MC ഷോർട്ട് കണക്ഷൻ ഉണ്ട്, എന്തായിരിക്കും വരിക LC ഷോർട്ട് കണക്ഷൻ ഉണ്ട്. MC ഷോർട്ട് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് MC ഷോർട്ട് കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തായിരിക്കും LC ഷോർട്ട് കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക ഇത് LC എമ്മും എല്ലും സിയും ബിയും. LC ഷോർട്ട് കണക്ഷൻ ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആയിരിക്കും വരിക. ഇറ്റ് ഈസ് LC ഷോർട്ട് കണക്ഷൻ. അപ്പോൾ MC ഷോർട്ട് കണക്ഷനും LC ഷോർട്ട് കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രണ്ട് കേസിലുള്ള ഇററിന്റെ വാല്യൂസ് ഓർത്ത് വയ്ക്കുക. ഇറർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക ഇറർ ഈസ് ഈക്വൽ ടു MC ഷോർട്ട് ആകുമ്പോഴത്തേക്ക് എന്താ IL² into RCC ആയിരിക്കും വരിക ഇറർ. വേറെ IL² ഈസ് ദ ലോഡ് കറണ്ട്, RCC എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും റെസിസ്റ്റൻസ് ഓഫ് ദ കറണ്ട് കോയിൽ. അടുത്തായിരിക്കും വരിക LC ഷോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക നമ്മുടെ VL² ഡിവൈഡ് ബൈ RP അല്ലെ. VL² ഡിവൈഡ് ബൈ RP. കാര്യം നോക്കി LC ഷോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ ലോഡെങ്കിൽ ഈ ലോഡിന് അക്രോസ് ആയിട്ട് വരുന്ന ആരായിരിക്കും വരിക പ്രഷർ കോയിലാണ് വരുന്നത് അല്ലെ. പ്രഷർ കോയിലിന്റെ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എത്ര VL. കാര്യം നമ്മുടെ ലോഡിന് അക്രോസ് ആയിട്ട് കണക്ട് വെച്ചിരിക്കും. അപ്പൊ എന്താ VL² ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ദ പ്രഷർ RP. അപ്പൊ VL² ഡിവൈഡ് ബൈ RP എന്ന് കിട്ടും. അതാണ് LC ഷോർട്ടിന്റെ ഇററിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ LC ഷോർട്ട് കണക്ഷൻ എവിടെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം MC ഷോർട്ടും LC ഷോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ MC ഷോർട്ട് കണക്ഷൻ നമ്മൾ എവിടെ യൂസ് ചെയ്യും, LC ഷോർട്ട് കണക്ഷൻ നമ്മൾ എവിടെ യൂസ് ചെയ്യും. MC ഷോർട്ട് കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും UPF വാട്ട് മീറ്റേഴ്സിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ MC ഷോർട്ട് കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് UPF വാട്ട് മീറ്റേഴ്സ്. അപ്പം അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തായിരിക്കും വരിക LC ഷോർട്ട് കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും വരിക LPF വാട്ട് മീറ്റേഴ്സ് ലാഗിംഗ് പവർ ഫാക്ടർ വാട്ട് മീറ്റേഴ്സിനായിരിക്കും അല്ലെങ്കിൽ LPF ടൈപ്പ് വാട്ട് മീറ്റേഴ്സിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ LC ഷോർട്ട് കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ നമ്മൾ ആൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാട്ട് മീറ്റർ വെച്ചിട്ട് നമുക്ക് ഒരു 2 വാട്ട് മീറ്റർ മെത്തേഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള രണ്ട് റീഡിങ് നമുക്ക് കിട്ടും. 2 വാട്ട് മീറ്റർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും വരിക W1 കിട്ടും W2 കിട്ടും അല്ലെ. W1 W2 W1 plus W2 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും ഇറ്റ് ഈസ് കാൾഡ് ആക്റ്റീവ് പവർ, 3 phase ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൾഡ് 3 phase ആക്റ്റീവ് പവർ. W1 minus W2 എന്തായിരിക്കും വരിക W1 minus W2 into √3 ആണെങ്കിൽ √3 W1 minus W2 ആണെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റിയാക്റ്റീവ് പവർ അല്ലെ. റിയാക്റ്റീവ് പവർ. therefore phi is equal to എന്തായിരിക്കും tan inverse of W1 plus W2 divided by tan inverse of √3 into W1 minus W2 divided by W1 plus W2. Phi is equal to power factor angle phi is equal to tan inverse of √3 into W1 minus W2 divided by W1 plus W2. So ഈ ഒരു പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. 2 വാട്ട് മീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു പോയിന്റ് ആണ്. W1 minus W2 is equal to പോസിറ്റീവ് ആണെങ്കിൽ ലാഗിങ്. ഫോർ എക്സാമ്പിൾ അടുത്ത് നോക്കി W1 minus W2 is equal to പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും വരിക ലാഗിങ് ആയിരിക്കും.
W1 മൈനസ് W2 നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ലീഡിങ് ആയിരിക്കും. അതും ഓർത്ത് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് 2 വാട്ട് മീറ്റർ മെത്തേഡ് പവർ മെഷർമെന്റ് ഇഫ് W1 ഈസ് ഈക്വൽ ടു 2 ടൈംസ് W2. അങ്ങനെയാണെങ്കിൽ ഇഫ് W1 ഈസ് ഈക്വൽ ടു 2 ടൈംസ് W2 കാൽക്കുലേറ്റ് ദ പവർ ഫാക്ടർ ആൻഡ് പവർ ഫാക്ടർ ആംഗിൾ. കാൽക്കുലേറ്റ് ദ പവർ ഫാക്ടർ ആൻഡ് പവർ ഫാക്ടർ ആംഗിൾ. എങ്ങനെ ആയിരിക്കും? W1 ഈസ് ഈക്വൽ W2 ടൈംസ് W2. അപ്പം 5 ഈസ് ഈക്വൽ എന്തായിരിക്കും വരിക? √3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ഇൻറ്റു അല്ലെ ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ഇൻറ്റു W1 minus W2 divided by W1 plus W2. That is equal to tan inverse of √3 into W1 എന്തായിരിക്കും വരിക? 2 times W2 അല്ലെ 2 times W2 minus W2 divided by W1 plus 2 times that is 2 times W2 അല്ലെ W1 2 times W2 plus W2. That is equal to tan inverse of √3 into W2 divided by 3 times W2 അല്ലെ that is equal to tan inverse of √3 into 1 by 3 എന്ന് വരും. That is equal to tan inverse of 1 by √3. Therefore 5 is equal to എത്ര വരും? 5 is equal to 60 ഡിഗ്രി വരും അല്ലെ. ഇനി എന്തായിരിക്കും വരിക? W1 is equal to 2 W2 ആണ്. അപ്പോൾ എന്തായിരിക്കും വരിക? Therefore W1 is greater than W2 ആണ്. അപ്പോൾ എന്തായിരിക്കും? W1 minus W2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ. അപ്പോൾ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എ ലാഗ് ആയിരിക്കും വരിക അല്ലെ. സോ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിച്ചു വയ്ക്കുക. പിന്നെ 2 വാട്ട് മീറ്റർ മെത്തേഡിൽ ഓർത്ത് വയ്ക്കുക എന്തായിരിക്കും? നമ്മൾ ഡിഫറെന്റ് പവർ ഫാക്ടർ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പവർ ഫാക്ടർ 5 is equal to W1 നമുക്ക് W1 എന്ന് പറയുമ്പോഴത്തേക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡിനകത്ത് W1 ഉണ്ട്, W2 ഉണ്ട്. W1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? VL IL into cos of 30 minus 5 ഉം W2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? VL IL into cos of 30 plus 5 അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒബ്സർവേഷൻസ് ഉണ്ട്. 5 is equal to 0 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഒബ്സർവേഷൻ? 5 is equal to 30 ഡിഗ്രി, 5 is equal to 60 ഡിഗ്രി ആൻഡ് 5 is equal to 90 ഡിഗ്രി. അപ്പം ഓർത്ത് വയ്ക്കുക. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും വരിക? 5 is equal to 30 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് cos 5 എന്തായിരിക്കും വരിക? ഹിയർ is equal to cos 5 എന്ന് പറയുമ്പോഴത്തേക്ക് cos 0 എത്ര ആയിരിക്കും വരിക? യൂണിറ്റി പവർ ഫാക്ടർ അല്ലെ. Therefore VL IL into cos 30 എത്ര ആയിരിക്കും വരിക? That is equal to √3 by cos 30 √3 by 2. √3 by 2 into VL IL ഇവിടെ ആയിരിക്കും √3 by 2 into VL IL. ഈ കണ്ടീഷൻ എന്തായിരിക്കും വരിക? W1 is equal to W2. 2 വാട്ട് മീറ്റർ റീഡിങ്ങും സെയിം ആയിരിക്കും വരിക. ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇവിടെ cos 30 എന്ന് പറയുമ്പോഴത്തേക്ക് 5 എന്ന് പറയുമ്പോഴത്തേക്ക് 30 ഡിഗ്രി ആകുമ്പോൾ cos 30 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? √3 by 2 that is equal to 0.866 എന്ന് വരും അല്ലേ. That is equal to VL IL into cos of 30 minus 30 അതായത് cos 0. VL IL into cos of 30 plus 30 അതായത് 60 വരും. That is equal to എന്തായിരിക്കും? VL IL by 2 വരും അല്ലേ. That is നമുക്ക് എന്താ പറയാൻ പറ്റും? Therefore W2 is equal to 2 times W1 എന്ന് വരും. ഇത് cos 0 1 ആണ്. അപ്പൊ എന്തായിരിക്കും? ഇത് VL IL ആവും. എന്തായിരിക്കും? It is VL IL by 2 എന്ന് വരും അല്ലെ. പിന്നെ cos 5 is equal to 60 ആകുമ്പോഴത്തേക്ക് എന്താ? cos 60 എന്ന് പറയുമ്പോഴത്തേക്ക് 0.5 ആണ്. That is therefore VL IL into cos of 30 minus 60 എത്ര വരും? That is equal to √3 by 2 അല്ലെ. √3 by 2 into VL IL. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? cos VL IL cos of 30 plus 60 എന്ന് പറയുമ്പോഴത്തേക്ക് 90 ഡിഗ്രി വരും. അപ്പൊ ഇതായിരിക്കും വരിക 0. Here 1 watt meter W1 is not equal to 0 and W2 is equal to 0 ആയിരിക്കും. അപ്പൊ 1 watt meter 0 വരുന്ന പവർ ഫാക്ടർ എന്തായിരിക്കും വരിക? പവർ ഫാക്ടർ is 0.5. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 2 വാട്ട് മീറ്റർ 2 വാട്ട് മീറ്റർ മെത്തേഡിൽ 1 വാട്ട് മീറ്റർ 0 കാണിക്കുന്ന കണ്ടീഷൻ പവർ ഫാക്ടർ is equal to 0.5 ആംഗിൾ എന്തായിരിക്കും വരിക? 60 ഡിഗ്രി ആയിരിക്കും വരിക. ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റും if നമുക്ക് ഈ 60 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഈ മാക്സിമം വാല്യൂ ഓഫ് ദ പവർ ഫാക്ടർ അതായത് ഈ 60 കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്തായിരിക്കും വരിക? പിന്നെ ഈ പവർ ഫാക്ടർ റീഡിങ് എന്തായിരിക്കും? നെഗറ്റീവിലേക്ക് പോകുമായിരിക്കും വരിക അല്ലെ. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും the maximum power factor angle for both the wattmeter reads positive is 60 degree. അല്ലെങ്കിൽ cos 5.5 ആകുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് എന്ത് പറയുന്നത്? നമുക്ക് up to 0.5 വരെ ആയിരിക്കും നമുക്ക് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും അല്ലെ. ഫസ്റ്റ് കേസ് W1 is equal to W2 കിട്ടി, സെക്കൻഡ് കേസ് W2 is equal to 2W1 കിട്ടി, തേർഡ് കേസ് എന്തായിരിക്കും? 0 ആയിട്ടുണ്ട് അല്ലെ. 0 ആയിട്ടുണ്ട്. ഫോർത്ത് കേസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? നോക്കിയേ cos 90 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? 0.
0 വരുമ്പോഴത്തേക്ക് W1 minus W2 that is equal to VLIL into cos of 30 minus 70 cos minus 60 minus cos that is cos of minus theta cos theta. അപ്പോൾ അതായിരിക്കും വരുന്നത് therefore that is equal to VL into IL by 2 എന്ന് കിട്ടും അല്ലേ. എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ W2 എന്ന് പറയുമ്പോഴത്തേക്ക് cos of 90 plus 30 120. അപ്പൊ അതൊരു മൈനസ് വരും അല്ലേ. അപ്പോൾ മൈനസ് VLIL by 2 എന്ന് കിട്ടും. അപ്പം ഇതായിരിക്കും അപ് ടു 60 വരെ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇതിന്റെ വാല്യൂസ് പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും അബോ 60 വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വാട്ട് മീറ്ററിന്റെ റീഡിംഗ് എന്തായിരിക്കും, വൺ ഓഫ് ദ വാട്ട് മീറ്റർ ഈസ് ഗോയിങ് ടു ബി നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വാട്ട് മീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയാം. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഉണ്ടോ അവിടെ നിങ്ങളൊക്കെ? എനർജി മീറ്റർ ഇസ് ആൻ ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ എന്തായിരിക്കും വരിക, ഇതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും ഇതിന്റെ മെക്കാനിസം ഓർത്ത് വയ്ക്കുക. ഡ്രൈവിംഗ് മെക്കാനിസം ഉണ്ട്, മൂവിംഗ് മെക്കാനിസം ഉണ്ട്, ബ്രേക്കിംഗ് മെക്കാനിസം ഉണ്ട്, രജിസ്റ്ററിംഗ് മെക്കാനിസം ഉണ്ട്. പിന്നെ എന്തായിരിക്കും ഇതിനകത്ത് രണ്ട് മാഗ്നറ്റ് ഉണ്ട്, ഷണ്ട് ആൻഡ് സീരീസ് മാഗ്നറ്റ്. അതായിരിക്കും ഡ്രൈവിംഗ് മെക്കാനിസം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ഷണ്ട് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ആയിരിക്കും. ആൻഡ് സീരീസ് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ദ ഫ്ലക്സ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ആയിരിക്കും അല്ലേ. ദ ഇന്ററാക്ഷൻ ഓഫ് ദിസ് ടു fluxes 5s and 5s series flux അല്ലെ, series flux will produce a deflecting torque. TD is produced. അപ്പൊ നമുക്ക് പറയാൻ പറ്റും TD is equal to എന്തായിരിക്കും, TD is equal to 5SH 5SE into F by Z into sin beta into cos alpha. നമ്മൾ ഇത്രയും പോണ്ട, അതാണ് ഇതിന്റെ ഡിഫ്ലക്ഷൻ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മൂവിംഗ് മെക്കാനിക്സ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അലൂമിനിയം ഡിസ്ക് ആയിരിക്കും ഇവിടുത്തെ മൂവിംഗ് മെക്കാനിക്സ് പറയുന്നത് അല്ലെ. അടുത്തതായിരിക്കും ബ്രേക്കിംഗ് മെക്കാനിക്സ് പറയുമ്പോഴത്തേക്ക് എന്താ, പെർമനന്റ് മാഗ്നറ്റ്. ഇത് പെർമനന്റ് മാഗ്നറ്റ് ആയിരിക്കും. പെർമനന്റ് മാഗ്നറ്റ് ഈസ് ദ വൺ ദാറ്റ് പ്രൊഡ്യൂസ് ദ ബ്രേക്കിംഗ് മെക്കാനിസം അല്ലെ. ബ്രേക്കിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ബ്രേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്കിംഗ് മെക്കാനിസത്തിൽ യൂസ് ചെയ്യുന്ന ബ്രേക്ക് മാഗ്നറ്റ് എന്ന് പറയുന്നത്. പെർമനന്റ് മാഗ്നറ്റ് ഈസ് കാൾഡ് ബ്രേക്ക് മാഗ്നറ്റ്. ആ കാര്യം നമ്മളതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്ത് പറയാനുള്ളത് കാര്യം TB, the braking torque TB is equal to ആയിരിക്കും K into 5 into NR divided by R. Where R എന്ന് സ്മോൾ ആർ എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ആണ്, അപ്പോർഡ് ബൈ ദ എഡി കറന്റ് ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് റേഡിയസ് ഫ്രം ദ സെന്റർ ടു ദ പെർമനന്റ് മാഗ്നറ്റ്. Therefore braking torque TB is proportional to N എന്ന് നമുക്ക് പറയാൻ പറ്റും, സ്പീഡ് നമുക്ക് പറയാൻ പറ്റും. അപ്പം TB അപ്പം അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/R അല്ലെ. 1/R നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/R. അപ്പൊ നമുക്ക് ഈ R എന്ന് പറയുന്ന എഫക്റ്റീവ് റേഡിയസ് കൺട്രോൾ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. TB ഈസ് പ്രൊപ്പോർഷണൽ ടു N, TB ഈസ് പ്രൊപ്പോർഷണൽ ടു 1/R. അപ്പം ഇതായിരിക്കും നമ്മുടെ ബ്രേക്കിംഗ് മെക്കാനിസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓർത്ത് വയ്ക്കുക, ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്താ നമ്പർ, ഈ അലൂമിനിയം ഡിസ്ക് റൊട്ടേഷൻ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഗീവ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, എനർജി ആയിരിക്കും തരുന്നത്. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഗീവ്സ് ദ എനർജി അല്ലെ. Therefore K is equal to എന്തായിരിക്കും വരിക, നമ്പർ ഓഫ് റെവല്യൂഷൻസ് പ്രൊപ്പോർഷണൽ ടു എനർജി. Therefore that is equal to കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടിയിട്ട് K into എനർജി എന്ന് പറയുന്നത്. That is equal to where K is equal to എങ്ങനെ പറയാൻ പറ്റും, that is number of revolutions അല്ലെ, revolutions divided by energy. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡ് ബൈ എനർജി, അല്ലെങ്കിൽ എന്തായിരിക്കും റെവല്യൂഷൻസ് പെർ കിലോവാട്ട് അവർ എന്ന് പറയാൻ പറ്റും. എനർജി എന്ന് പറഞ്ഞാൽ കിലോവാട്ട് അവർ ആണ്. വേർ കെ ഇസ് എന്തായിരിക്കും റെവല്യൂഷൻസ് പെർ കിലോവാട്ട് അവർ. അത് ഓർത്ത് വയ്ക്കുക. വേർ കെ ഇസ് കാൾഡ് എന്തായിരിക്കും, എനർജി മീറ്റർ കോൺസ്റ്റന്റ് ആണ്. അപ്പം എനർജി മീറ്റർ കോൺസ്റ്റന്റ് യൂണിറ്റ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, റെവല്യൂഷൻസ് പെർ കിലോവാട്ട് അവർ അല്ലെ, എനർജി മീറ്റർ കോൺസ്റ്റന്റ്. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ നമുക്കറിയാം പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ പറയാനുള്ള ഒരു പോയിന്റ് ആണ് ലാഗ് അഡ്ജസ്റ്റ്മെന്റ്. ഇതായിരിക്കും നമ്മൾ കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ് ആൻഡ് ലാഗ് കോയിൽ ഈസ് യൂസ്ഡ് ആസ് ലാഗ് അഡ്ജസ്റ്റ്മെന്റ്. ഇതിനാണ് നമ്മൾ പവർ ഫാക്ടർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ലാഗ് അഡ്ജസ്റ്റ്മെന്റ് യൂസ് ചെയ്യുന്ന ആരായിരിക്കും വരിക, കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ് ആൻഡ് ലാഗ് കോയിൽ. കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ് ആൻഡ് ലാഗ് കോയിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലാഗ് അഡ്ജസ്റ്റ്മെന്റ്. ലാഗ് അഡ്ജസ്റ്റ്മെന്റ് എന്തിനായിരിക്കും ലാഗ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഡെൽറ്റയുടെ വാല്യൂ
that means in order to measure the true power, the value of the delta should be approximately equal to 90 degree. ആ 90 degree ആ രണ്ട് ഫ്ലക്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ലാഗ് അഡ്ജസ്റ്റ്മെന്റ് നമ്മളുടെ ലാഗ് അഡ്ജസ്റ്റ്മെന്റ് ഡിവൈസ് ആയ ഷെയ്ഡിംഗ് ബാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതായിരിക്കും വരെ ഫ്രിക്ഷൻ ഇറേഴ്സിന്റെ വാട്ട് മീറ്റർ. ഇറേഴ്സിന്റെ വാട്ട് മീറ്റർ ഇറേഴ്സിന്റെ എനർജി മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും മെയിൻ ആയിട്ട് വരുന്ന ഇറർ എന്തൊക്കെയായിരിക്കും വരിക? ഒന്ന് പറയുമ്പോൾ ഫ്രിക്ഷണൽ ഇറർ എന്ന് പറയുന്നത്, ഫ്രിക്ഷണൽ ഇറർ. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞോട്ടത്തെ അപെക്സ് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫ്രിക്ഷണൽ ഇററിന് നമ്മൾ എന്ത് പറയും? ലൈറ്റ് ലോഡ് കോമ്പൻസേഷൻ എന്ന് പറയും. ദാറ്റ് മീൻസ് ലൈറ്റ് ലോഡ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും അതിന് മുന്നേ നമ്മൾ പറയാം. ഫ്രിക്ഷണൽ ഇറർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഇനർഷ്യ ഓഫ് ദ ഡിസ്ക്. നമ്മൾ റൊട്ടേറ്റിംഗ് ഡിസ്കിന് ഇനർഷ്യ മൂലം ഉണ്ടാവുന്ന ഇററിനാണ് നമ്മൾ ഫ്രിക്ഷണൽ ഇറർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രിക്ഷണൽ ഇറർ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു L2 കോയിൽ അല്ലെങ്കിൽ എന്തായിരിക്കും ഷെയ്ഡിംഗ് ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്ലേസ്ഡ് നിയർ ടു ദ ഷണ്ട് മാഗ്നറ്റ്. അപ്പം ബൈ പ്ലേസിംഗ് ദ ഷെയ്ഡിംഗ് ലൂപ്പ്, അല്ലെ, ഷെയ്ഡിംഗ് ലൂപ്പ് നിയർ ടു ദ ഷണ്ട് മാഗ്നറ്റ്. അപ്പം ഷെയ്ഡിംഗ് ലൂപ്പ് വെക്കുന്നത് എന്തായിരിക്കും വരിക? ഫ്രിക്ഷണൽ ഇറർ അല്ലെങ്കിൽ ഓവർ എന്തായിരിക്കും ലൈറ്റ് ലോഡ് കോമ്പൻസേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫ്രിക്ഷണൽ ഇത് ഷെയ്ഡിംഗ് ലൂപ്പ് വെക്കുന്നത്. കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ് എന്തിനായിരിക്കും വെക്കുക? ലാഗ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടിയായിരിക്കും നമ്മൾ ഷെയ്ഡിംഗ് ബാൻഡ് നമ്മൾ വെക്കുന്നത്. പിന്നെ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പിന്നെ നമുക്ക് ക്രീപ്പിംഗ് അറിയാം. ക്രീപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഡ്യൂ ടു ഓവർ കോമ്പൻസേഷൻ. അപ്പൊ നമ്മൾ ഈ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. ഇതായിരിക്കും നമ്മൾ പറഞ്ഞില്ലേ ഒരു കോമ്പൻസേറ്റഡ് മാഗ്നറ്റ് നമ്മളവിടെ വെക്കുന്നുണ്ട്. അപ്പൊ ഈ മാഗ്നറ്റിന്റെ വിസിനിറ്റിയിൽ ഇരുന്നായിരിക്കും നമ്മളുടെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ എനർജി ബീറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പം ആ ബിക്കോസ് ഓഫ് ദ അഡീഷണൽ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മാഗ്നറ്റ് എന്തായിരിക്കും? the disk starts rotating even the load is off. ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രീപ്പിംഗ് എന്ന് പറയുന്നത്. That means the continuous rotation of the aluminum disk without load is called creeping. It is due to എന്തായിരിക്കും? ഓവർലോഡ് കോമ്പൻസേഷൻ ഓഫ് ഫ്രിക്ഷൻ എറേഴ്സ്. ഓവർലോഡ് കോമ്പൻസേഷൻ നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര സ്പീഡിൽ നമ്മൾ പോണേ. ഓവർലോഡ് കോമ്പൻസേഷൻ ഓഫ് ഫ്രിക്ഷൻ എറേഴ്സ്. കാര്യം നമുക്കറിയാം ഫ്രിക്ഷൻ എറർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇതായിരിക്കും ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ കോമ്പൻസേറ്റഡ് മാഗ്നറ്റ് അഥവാ L2 എന്ന് പറഞ്ഞ കോയിൽ വെക്കും. ഈ L2 എന്ന് പറഞ്ഞ കോയിലിൽ ആ ഫ്രിക്ഷൻ എററിനെ തന്നെയാണ് നമ്മൾ എന്താ പറയുക ലൈറ്റ് ലോഡ് കോമ്പൻസേഷൻ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഫ്രിക്ഷൻ എറർ അല്ലെങ്കിൽ ലൈറ്റ് ലോഡ് കോമ്പൻസേഷന് വേണ്ടിയിട്ട് നമ്മൾ ആ മാഗ്നറ്റ് വെക്കുമ്പോഴത്തേക്ക് ഈ മാഗ്നറ്റിന്റെ വിസിനിറ്റി തന്നെ ഇരുന്നായിരിക്കും നമ്മൾ അലൂമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പം അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഈ ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുകയും ഈവൻ നമ്മൾ ലോഡ് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അലൂമിനിയം this aluminum disk starts rotating, അല്ലെ? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മൾ ക്രീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം ക്രീപ്പിംഗ് occurs due to the overload compensation of friction error, അല്ലെ? How creeping can be reduced by drilling two diametrically opposite holes in the aluminum disk. ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് TOD മീറ്റർ. TOD മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ടൈം ഓഫ് ഡിലേ മീറ്റർ നമ്മൾ TOD മീറ്റർ നമ്മൾ പറയുന്നത്. ടൈം ഓഫ് ഡിലേ മീറ്റർ TOD മീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഫ്രീക്വൻസി മീറ്ററിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കിയേ, ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫെറോ ഡൈനാമിക് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫെറോ ഡൈനാമിക് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്തായിരിക്കും? ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക്കൽ റെസൊണൻസ് ആയിരിക്കും. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ റെസൊണൻസ്. വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക്കൽ റെസൊണൻസ്. ഓക്കെ, അടുത്തത് രണ്ടാമതായിരിക്കും മെക്കാനിക്കൽ റെസൊണൻസ്. ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. It works on the principle of the force is proportional to current square. മൂന്നാമത്തെ പോയിന്റ് വെസ്റ്റേൺ ഫ്രീക്വൻസി മീറ്റർ. It works on the principle of deflection. So ഇത്രയും പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. സോ ഇതാണ് നമ്മളൊരു ഓവറോൾ നമ്മളെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.